ഹായ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പ്ലൂട്ടോയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കിലെ ഒരു ടോപ്പിക്കായ സൈക്കോളജി എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് നമ്മുടെ പിയാഷെയുടെ അഭിപ്രായത്തിലുള്ള വൈജ്ഞാനിക മണ്ഡലത്തിലെ രണ്ട് അടിസ്ഥാന പ്രക്രിയകളാണ്. ഒന്നെന്താണ്? സംയോജനവും രണ്ടാമത്തേത് അനുരൂപീകരണവുമാണ്. അപ്പോൾ അടുത്ത് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് പറയുന്നത് വൈജ്ഞാനിക ഘടനയിൽ ആർജിച്ചു വച്ചിരിക്കുന്ന അറിവിൻ്റെ അടിസ്ഥാന ഘടകമാണെന്തെന്ന് പറയുന്നത് സ്കീമ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വൈജ്ഞാനിക ഘടനയിൽ ആർജിച്ചു വച്ചിരിക്കുന്ന ഒരു അറിവിൻ്റെ അടിസ്ഥാന ഘടകമാണെന്താ? സ്കീമ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വൈജ്ഞാനിക ഘടനയിൽ ആർജിച്ചു വച്ചിരിക്കുന്ന അറിവിൻ്റെ അടിസ്ഥാന ഘടകമാണെന്ത്? സ്കീമ എന്ന് പറഞ്ഞിരിക്കുന്നത്. വൈജ്ഞാനിക ഘടന നിരവധി സ്കീമകളുടെ സംഘാതമാണ്. ഇപ്പോൾ ഒരു വൈജ്ഞാനിക ഘടന എന്ന് പറയുമ്പോൾ എന്താണ്? നിരവധിയായിട്ടുള്ള സ്കീമകളുടെ സംഘാതമാണെന്നാണ് പറയുന്നത്. സ്കീമകളുടെ ആന്തരിക പുനർവ്യത്യാസവും കൂടിച്ചേരലും വഴി ശക്തം. ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ ഈ ഒരു വീഡിയോ പെട്ടെന്ന് ഈ ഒരു വീഡിയോ ആണ് കാണുന്നതെങ്കിൽ നമ്മുടെ കഴിഞ്ഞ വീഡിയോസും കൂടി കണ്ടിട്ട് വരിക. എങ്കിലേ ഈ ഒരു വീഡിയോ കറക്റ്റായിട്ട് ഏകദേശം എങ്കിലും നിങ്ങൾക്കൊന്ന് മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പോൾ സ്കീമകളുടെ ആന്തരിക പുനർവ്യത്യാസവും കൂടിച്ചേരലും വഴി ശക്തവും പരസ്പര ബന്ധിതവുമായ ഒരു മാതൃഘടന രൂപപ്പെടുന്നു. ഈ പ്രക്രിയ എന്തെന്ന് പറയുന്നു? സംയോജനമെന്ന് പറയുന്നു. അപ്പോൾ സ്കീമകളുടെ ആന്തരിക പുനർവ്യത്യാസവും കൂടിച്ചേരലും വഴി എന്ത് ചെയ്യുന്നു? ഒരു ശക്തവും പരസ്പര ബന്ധിതവുമായ ഒരു മാതൃഘടന രൂപപ്പെടുന്നു. ഈ പ്രക്രിയയെ എന്തെന്ന് പറയുന്നു? സംയോജനമെന്നാണ് പറയുന്നത്. എല്ലാ വ്യക്തികളും തൻ്റെ പരിസ്ഥിതിയുമായി ഇണങ്ങിപ്പോരുന്നു. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്, എല്ലാ വ്യക്തികളും എന്താണ്? സാമൂഹിക ജീവിയാണ്. അപ്പോഴെന്താണ്? അവൻ പരിസ്ഥിതിയുമായിട്ട് ഇണങ്ങിപ്പോരേണ്ടത് ഉണ്ട്. സ്വാംശീകരണം അസിമിലേഷൻ, സംസ്ഥാപനം അക്കോമഡേഷൻ എന്നീ പ്രക്രിയകൾ വഴിയാണെന്ത്? അനുരൂപീകരണം നടക്കുന്നത്. അപ്പോൾ സ്വാംശീകരണം, സംസ്ഥാപനം, അസിമിലേഷൻ, അക്കോമഡേഷൻ എന്നീ പ്രക്രിയകൾ വഴിയാണ് എന്ത് ചെയ്യുന്നത്? അനുരൂപീകരണം നടക്കുന്നത്. പ്രശ്നങ്ങളെ നിലവിലുള്ള സീമകൾ ഉപയോഗിച്ച് പരിഹരിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? സ്വാംശീകരണം അല്ലെങ്കിൽ അസിമിലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പ്രശ്നമുണ്ട്, ആ പ്രശ്നം എന്ന് പറയുമ്പോൾ ഒരു സാഹചര്യമുണ്ട്. ആ ഒരു സാഹചര്യത്തെ നിലവിലുള്ള സീമകൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ സ്കീമകൾ ഉപയോഗിച്ച് പരിഹരിക്കുന്നതിന് എന്തെന്ന് പറയുന്നു? സ്വാംശീകരണം അല്ലെങ്കിൽ അസിമിലേഷൻ എന്ന് പറയുന്നു. വൈജ്ഞാനിക ഘടനയിലേക്ക് പുതിയ സ്കീമകൾ കൂട്ടിച്ചേർത്തോ നിലവിലുള്ള സ്കീമകൾക്ക് പരിവർത്തനം നടത്തിയോ പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതാണെന്ത്? നമ്മുടെ സംസ്ഥാപനം അല്ലെങ്കിൽ അധിനിവേശം അല്ലെങ്കിൽ സന്നിവേശം അല്ലെങ്കിൽ നമ്മളെന്ത് പറയും? അക്കോമഡേഷൻ എന്ന് പറയും. അപ്പോൾ ഒരു വൈജ്ഞാനിക ഘടനയിലേക്ക് പുതിയ സ്കീമകൾ കൂട്ടിച്ചേർത്തോ നിലവിലുള്ള സ്കീമകൾക്ക് പരിവർത്തനം നടത്തിയോ പ്രശ്നങ്ങളെ പരിഹരിക്കുന്ന രീതിയാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ സംസ്ഥാപനം അല്ലെങ്കിൽ അധിനിവേശം അല്ലെങ്കിൽ സന്നിവേശം അല്ലെങ്കിൽ നമ്മുടെ ഇംഗ്ലീഷിൽ അക്കോമഡേഷൻ എന്ന് പറയും. ഉദാഹരണം പറയുന്നത്, ചക്രത്തിൽ ഓടുന്ന കളിപ്പാട്ട വണ്ടികൾ തള്ളിശീലമുള്ള കുട്ടി ചക്രമുള്ള മറ്റുതരം കളിപ്പാട്ടങ്ങളും തള്ളി നീക്കുന്നു. ഈ പ്രക്രിയ എന്തെന്ന് പറയുന്നു? സ്വാംശീകരണത്തിന് ഒരു ഉദാഹരണമാണെന്ന് എന്ത് ചെയ്യാം നമുക്ക് പറയുമ്പോൾ, ചക്രത്തിലോടുന്ന കളിപ്പാട്ട വണ്ടികൾ തള്ളിശീലമുള്ള കുട്ടി എന്ത് ചെയ്യുന്നു? ചക്രമുള്ള മറ്റു തരം കളിപ്പാട്ടങ്ങൾ എന്ത് ചെയ്യുന്നു? അവൻ തള്ളി നിൽക്കാനുള്ള ആ ഒരു ടെൻഡൻസി അവന് ഉണ്ടാകുന്നു. അപ്പോൾ ഈ പ്രക്രിയയെ നമുക്ക് എന്തിനൊരു ഉദാഹരണം പറയാം? സ്വാംശീകരണം അല്ലെങ്കിൽ അസിമിലേഷന് ഉദാഹരണമായിട്ട് പറയാം. അപ്പോൾ പിയാഷെയുടെ അഭിപ്രായത്തിൽ സ്വാംശീകരണവും സംസ്ഥാപനവും സന്തുലീകരണത്തിനുള്ള മാർഗങ്ങളാണ്. അപ്പോൾ നമ്മുടെ പിയാഷെയുടെ അഭിപ്രായത്തിൽ എന്താണ്? സ്വാംശീകരണവും സംസ്ഥാപനവും എന്തിനുള്ള ഒരു മാർഗങ്ങളാണ്? സന്തുലീകരണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇക്വിലിബ്രിയം, ആ ഒരു ഇക്വിലിബ്രിയം പൊസിഷൻ അല്ലെങ്കിൽ ഇക്വിലിബ്രിയം കീപ്പ് ചെയ്യാനുള്ള രണ്ട് മാർഗങ്ങളാണ് എന്ത്? സ്വാംശീകരണവും സംസ്ഥാപനവും എന്ന് പറയുന്നത്. ആര് പറഞ്ഞു? പിയാഷെ പറഞ്ഞു. അടുത്ത്, ഉടൻ പരിഹരിക്കുവാൻ കഴിയാത്ത പ്രശ്നങ്ങൾ മനുഷ്യനിൽ വൈജ്ഞാനികമായ അസന്തുലിതാവസ്ഥ സൃഷ്ടിക്കുമ്പോൾ അവയെ തരണം ചെയ്ത് സന്തുലിതാവസ്ഥ കൈവരിക്കുവാൻ സ്വാംശീകരണവും സംസ്ഥാപനവും സഹായിക്കുന്നു. അപ്പോൾ നമ്മൾ നോർമലി എന്തെങ്കിലും പ്രശ്നം വന്നാൽ എന്ത് ചെയ്യും? നമ്മളത് തരണം ചെയ്യാൻ നോക്കും. അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഉടൻ പരിഹരിക്കുവാൻ കഴിയാത്ത പ്രശ്നങ്ങൾ മനുഷ്യരിൽ എന്ത് ചെയ്യുന്നു? വൈജ്ഞാനികമായ അസന്തുലിതാവസ്ഥ സൃഷ്ടിക്കുമ്പോൾ അവയെ തരണം ചെയ്ത് ഒരു സന്തുലിതാവസ്ഥ കൈവരിക്കുവാൻ എന്താണ്? സ്വാംശീകരണവും സംസ്ഥാപനവും സഹായിക്കുന്നു എന്നാണ് ആര് പറയുന്നത്? നമ്മുടെ പിയാഷെ പറയുന്നത്. അടുത്ത്,
വൈജ്ഞാനിക വികസന മേഖലകളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. കുറേ ഉണ്ട്. അപ്പോൾ ഒരു 7 അടുപ്പിച്ചെന്തോ ഉണ്ട്, 7 8 അടുപ്പിച്ചെന്തോ ഉണ്ട്, 7 ഉണ്ട്. അപ്പോൾ നമ്മുടെ വൈജ്ഞാനിക വികസന മേഖലകൾ 7 ഏതൊക്കെയാണെന്ന് നോക്കാം. സംവേദനവും പ്രത്യക്ഷണവും, സെൻസേഷൻ ആൻഡ് പെർസെപ്ഷൻ. ആശയ രൂപവൽക്കരണം, കോൺസെപ്റ്റ് ഫോർമേഷൻ. മൂന്നാമത്തെ എന്താണ്? ശ്രദ്ധയും താല്പര്യവും, അറ്റൻഷൻ ആൻഡ് ഇൻട്രസ്റ്റ്. ഞാൻ കഴിഞ്ഞ നമ്മുടെ സ്റ്റാർട്ടിങ് തൊട്ടേ പറഞ്ഞു, ഇതെല്ലാം നമ്മുടെ ലൈഫുമായിട്ട് ബന്ധപ്പെടുത്തി പഠിക്കാം. നാലാമത്തെ എന്താണ്? ഭാവനാ വികസനം, ഡെവലപ്മെൻറ്റ് ഓഫ് ഇമാജിനേഷൻ. ഒരാളുടെ ഇമാജിനേഷനൊക്കെ അറിയാമല്ലോ. അടുത്ത് അഞ്ചാമത്തെ എന്താണ്? ഭാഷാ വികസനം, ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ്. ഓവറായിട്ടും ചിന്തിക്കേണ്ടത് നമ്മുടെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഇതൊക്കെ. ഭാഷാ വികസനം എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു കുട്ടിയുടെ ഒരു ഭാഷയുടെ ആ ഒരു വികസനം. പിന്നെന്താണ്? ഭാവനാ വികസനം, അവൻ്റെ ഭാവനയുടെ വികസനം. അടുത്ത ആറാമത്തെ എന്താണ്? ഓർമ്മശക്തിയുടെ വികാസം, ഡെവലപ്മെൻറ്റ് ഓഫ് മെമ്മറി. ഏഴാമത്തെ എന്താണ്? പ്രശ്ന നിർദ്ധാരണ ശേഷി വികസനം. ഒരു പ്രശ്നം ഉണ്ടായാൽ അതിനെ ആ ഒരു കംപ്ലീറ്റ് ചെയ്യാനുള്ള ആ ഒരു മൈൻഡിൻ്റെ വികസനത്തെയാണ് ഡെവലപ്മെൻറ്റ് ഓഫ് പ്രോബ്ലം സോൾവിങ് എബിലിറ്റി. നമ്മുടെ മലയാളത്തിനെക്കാട്ടി ഇംഗ്ലീഷ് നമുക്ക് വായിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമുക്ക് കറക്റ്റായിട്ട് പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും. നമ്മുടെ ഏഴാമത്തെ എന്താണ്? പ്രശ്ന നിർദ്ധാരണ ശേഷി വികസനം, ഡെവലപ്മെൻറ്റ് ഓഫ് പ്രോബ്ലം സോൾവിങ് എബിലിറ്റി. ഇതൊക്കെ സിമ്പിളായിട്ട് മനസ്സിലാകുന്ന കാര്യങ്ങളാണ് ആണല്ലോ. അടുത്ത പോയിൻ്റാണ് പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ലഭിക്കുന്ന അനുഭവങ്ങളാണ് എന്തെന്ന് പറയുന്നത്? സംവേദനമെന്ന് പറയുന്നത്. അപ്പോൾ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ഒരു കുട്ടിക്ക് ലഭിക്കുന്ന അനുഭവങ്ങൾ എന്തെന്ന് പറയുന്നു? സംവേദനമെന്ന് പറയുന്നു. അപ്പോൾ സംവേദനത്തിലൂടെ ഉണ്ടാകുന്ന അനുഭവങ്ങൾ അർത്ഥം കൈവരുമ്പോൾ അതെന്താണ്? പ്രത്യക്ഷണമാണ്. അപ്പോൾ ഒരു സംവേദനത്തിലൂടെ ഉണ്ടാകുന്ന അനുഭവങ്ങൾക്ക് അർത്ഥം കൈവരുമ്പോൾ അതെന്താകുന്നു? പ്രത്യക്ഷണം ആകുന്നു. സംവേദനം, പ്രത്യക്ഷണം എന്നീ മാനസിക പ്രവർത്തനത്തിൻ്റെ ഫലമായി രൂപപ്പെടുന്ന എന്താണ്? ഒരു ആശയ രൂപീകരണമാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ സംവേദനമായാലും പ്രത്യക്ഷണമായാലും ഈ രണ്ട് മാനസിക പ്രവർത്തനത്തിൻ്റെയും ഫലമായിട്ട് എന്ത് രൂപപ്പെടുന്നതാ? അവിടെ ആശയ രൂപീകരണമാണ് ഉണ്ടാകുന്നത്. ബ്രൂണറുടെ കാഴ്ചപ്പാടിൻ്റെ ആശയ രൂപീകരണത്തിൻ്റെ 4 ഘട്ടങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ ബ്രൂണറുടെ കാഴ്ചപ്പാടിൻ്റെ ആശയ രൂപീകരണത്തിനോടുള്ള ബ്രൂണറുടെ കാഴ്ചപ്പാടിൻ്റെ എത്ര ഘട്ടങ്ങളുണ്ട്? 4 ഘട്ടങ്ങളുണ്ട്. ഏതൊക്കെയാണ്? നിരീക്ഷണം, താരതമ്യം, തരംതിരിക്കൽ, നിഗമനത്തിലെത്തൽ. അപ്പോൾ നമ്മുടെ ബ്രൂണറുടെ ആശയ രൂപീകരണത്തിന് അല്ലെങ്കിൽ ആശയ രൂപീകരണ കാഴ്ചപ്പാടിന് എത്ര ഘട്ടങ്ങളുണ്ട്? 4 ഘട്ടങ്ങളുണ്ട്. ഏതൊക്കെയാണ്? നിരീക്ഷണം, താരതമ്യം, തരംതിരിക്കൽ, നിഗമനത്തിൽ എത്തൽ. അടുത്ത പോയിന്റാണ് ബുദ്ധിപരമായ വളരെ ഉയർന്ന പ്രക്രിയയാണ് യുക്തിചിന്തനം. പ്രശ്നപരിഹാരത്തിന് എന്ത് ചെയ്യുന്നു? ഉപയോഗിക്കുന്നു. അപ്പോൾ ബുദ്ധിപരമായ വളരെ ഉയർന്ന പ്രക്രിയയാണ് എന്തെന്ന് പറയുന്നത്? യുക്തിചിന്തനം എന്ന് പറയുന്നത്. പ്രശ്നപരിഹാരത്തിനായിട്ട് എന്ത് ചെയ്യുന്നു? ഇത് ഉപയോഗിക്കുന്നു. അടുത്ത് ഉൽപാദനപരമായ ചിന്തയാണെന്ത്? യുക്തിചിന്ത എന്ന് പറയുന്നപ്പോൾ ഉൽപാദനപരമായ ചിന്തയാണെന്ത്? യുക്തിചിന്ത എന്ന് പറയുന്നപ്പോൾ ഉൽപാദനപരമായ ചിന്തയാണെന്തെന്ന് പറയുന്നത്? യുക്തിചിന്ത എന്ന് പറയുന്നത്. പ്രശ്നപരിഹരണ ഉപാധിയാണെന്ത്? യുക്തിചിന്ത. അപ്പോൾ പ്രശ്നപരിഹരണ ഉപാധിയാണെന്തെന്ന് പറയുന്നതാ യുക്തിചിന്ത എന്ന് പറയുന്നത്. അപ്പോൾ പ്രശ്നപരിഹരണ ഉപാധിയാണെന്ത്? നമ്മുടെ യുക്തിചിന്ത. പ്രശ്നപരിഹരണത്തിന് ചിന്തനശേഷിയും യുക്തിചിന്തനശേഷിയും പ്രയോഗിക്കപ്പെടുന്നു. അപ്പോൾ ഒരു പ്രശ്ന പരിഹാരണത്തിന് എന്ത് ചെയ്യുന്നു? ഒരു കുട്ടിയുടെ ആണെങ്കിൽ അവൻ്റെ ചിന്തനശേഷിയും അവൻ്റെ യുക്തിചിന്തനശേഷിയും എന്ത് ചെയ്യുന്നു? അവൻ ഉപയോഗിക്കുന്നു. പ്രശ്നപരിഹരണ ഘട്ടങ്ങൾ താഴെ പറയുന്നു. ഏതൊക്കെയാണ്? ഒരു പ്രശ്നത്തെ തിരിച്ചറിയൽ, ഒരു പ്രശ്നത്തെ അതിനെ നിർവചിച്ചെടുക്കൽ, പരികൽപ്പനയുടെ രൂപീകരണം, പ്രശ്നപരിഹരണ തന്ത്രങ്ങൾ ആസൂത്രണം ചെയ്യുക, അതിൻ്റെ വിവരശേഖരണം, അപഗ്രഥനവും നിഗമനവും, പിന്നെ ലാസ്റ്റ് എന്താണ്? അതിനെ വിലയിരുത്തൽ. അപ്പോൾ അതിലൊന്നാമത്തെ നമ്മുടെ സബ് ഹെഡിങ് ആണ് പ്രശ്നപരിഹരണ ശേഷിയുടെ വികസനം. അതെന്താണെന്ന് നോക്കാം. വൈജ്ഞാനിക വികസനത്തിൻ്റെ ഏറ്റവും ഉയർന്ന തലമാണ് പ്രശ്നപരിഹരണ ശേഷിയുടെ വികസനം. ഇന്നത്തെ പരിസ്ഥിതി സങ്കീർണമാണ്. പ്രശ്നപരിഹരണ ശേഷിയുടെ മാത്രമേ പ്രശ്നത്തെ അഭിമുഖീകരിക്കാനും പ്രശ്നപരിഹരണം സാധ്യമാക്കാനും സാധിക്കും. അപ്പോൾ വൈജ്ഞാനിക വികസനത്തിൻ്റെ ഏറ്റവും ഉയർന്ന തലമാണെന്ത്? പ്രശ്നപരിഹരണ ശേഷി എന്ന് പറയുന്നത്. ഇന്നത്തെ പരിസ്ഥിതി എന്താണ്? സങ്കീർണമാണ്. പ്രശ്നപരിഹരണ ശേഷിയിലൂടെ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പ്രശ്നത്തെ അഭിമുഖീകരിക്കുവാനും പ്രശ്നപരിഹരണം സാധ്യമാക്കാനും സാധിക്കും. അപ്പോൾ അടുത്ത നമ്മുടെ ടോപ്പിക്കാണ് വൈജ്ഞാനിക പ്രക്രിയ. ഏതാണ്? വൈജ്ഞാനിക പ്രക്രിയയാണ്. അപ്പോൾ എന്താണ് വൈജ്ഞാനിക പ്രക്രിയ എന്ന് എന്ത് ചെയ്യാം? നമുക്ക് നോക്കാം.
അപ്പോൾ നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന പരിസ്ഥിതിയുമായി നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന പരിസ്ഥിതിയുമായി പൊരുത്തപ്പെടാനും ബുദ്ധിപരമായ ശേഷികൾ, കഴിവുകൾ ആവശ്യമായി വരുന്ന ഒരു പ്രവർത്തനം വിജയകരമായി നിർവഹിക്കുവാനോ വ്യക്തിയെ സഹായിക്കുന്ന മാനസിക ശേഷികളെ നമുക്ക് എന്തെന്ന് പറയാടാ? കഴിവുകളെയും വികസനമെന്ന് പറയാം. അപ്പോൾ ഒന്നുകൂടി വായിക്കാം. നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന പരിസ്ഥിതിയുമായിട്ട് പൊരുത്തപ്പെടാൻ, നമ്മളൊരു സാമൂഹിക ജീവിയാണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ആ ഒരു പരിസ്ഥിതി സാഹചര്യം എങ്ങനെയായിരിക്കും? മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ ഒരു മാറിക്കൊണ്ടിരിക്കുന്ന പരിസ്ഥിതി സാഹചര്യവുമായിട്ട് പൊരുത്തപ്പെടാനും ബുദ്ധിപരമായ ശേഷികൾ, കഴിവുകൾ ആവശ്യമായി വരുന്ന പ്രവർത്തനം എന്ത് ചെയ്യണം? വിജയകരമായി നിർവഹിക്കുവാനോ വ്യക്തിയെ സഹായിക്കുന്ന മാനസിക ശേഷികളെയും കഴിവുകളെയും നമ്മൾ എന്തെന്ന് പറയുന്നു? വികസനമെന്ന് പറയുന്നു. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നാടോടുമ്പോൾ നടുവേ ഓടണം, ആ ഒരു ഇതാണ് ഇവിടെ പറയുന്നത്. അടുത്ത്, അറിവിൻ്റെ ശേഖരണവും സംസ്കരണവുമെല്ലാം വൈജ്ഞാനിക പ്രക്രിയയുമായി ബന്ധപ്പെട്ട ശേഷികളാണ്. അപ്പോൾ അറിവിൻ്റെ ശേഖരണവും സംസ്കരണവുമെല്ലാം വൈജ്ഞാനിക പ്രക്രിയയുമായിട്ട് ബന്ധപ്പെട്ട ശേഷികളാണ് എന്നാണ് പറയുന്നത്. ശ്രദ്ധ, ചിന്ത, മറവി എന്നിവ വൈജ്ഞാനിക പ്രക്രിയകളിൽ പെടുന്നു. അപ്പോൾ എന്തൊക്കെയാണ്? ശ്രദ്ധ, ചിന്ത, മറവി എന്നിവ എന്തൊക്കെയാണ്? വൈജ്ഞാനിക പ്രക്രിയയിൽ പെടുന്നവ എന്നാണ് പറയുന്നത്. അപ്പോൾ ശ്രദ്ധ, ചിന്ത, മറവി ഇവ ഏതിൽ പെടുന്നു? വൈജ്ഞാനിക പ്രക്രിയകളിൽ പെടുന്നു. അപ്പോൾ അതിലൊന്നാമത്തെ നമ്മുടെ മെയിൻ ടോപ്പിക്കാണ് ശ്രദ്ധ അല്ലെങ്കിൽ അറ്റൻഷൻ. നമുക്കറിയാം, പണ്ട് തൊട്ടേ നമ്മൾ പഠിക്കാൻ സ്കൂളിലൊക്കെ പോകുമ്പോൾ ടീച്ചർമാർ പറയുന്നത് നിനക്ക് ശ്രദ്ധയില്ല. ആ ശ്രദ്ധ തന്നെയാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? ഇവിടെ പഠിക്കാനുള്ളത്. അപ്പോൾ ശ്രദ്ധ അല്ലെങ്കിൽ അറ്റൻഷൻ എന്താണെന്ന് എന്ത് ചെയ്യാം? നമുക്ക് നോക്കാം. ശ്രദ്ധ ദൈനംദിന ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടതും വേണ്ടതുമായ കഴിവാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ക്ലാസ് ശ്രദ്ധിച്ചിരിക്കുന്നതുകൊണ്ടാണല്ലോ നിങ്ങൾ എന്ത് ചെയ്യുന്നത്? കറക്റ്റായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നത്. നിങ്ങൾ ഏത് ക്ലാസ് ആയാലും നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. അപ്പോൾ ശ്രദ്ധ ദൈനംദിന ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടതും വേണ്ടതുമായ കഴിവാണെന്ത്? ശ്രദ്ധ എന്ന് പറയുന്നത്. അടുത്ത്, ഉത്തേജകങ്ങൾ തിരഞ്ഞെടുക്കുവാനും അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനുമുള്ള കഴിവാണെന്ത്? അതിനെയാണ് നമ്മൾ ശ്രദ്ധ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഉത്തേജകങ്ങൾ അതിനെന്ത് ചെയ്യാം? തിരഞ്ഞെടുക്കുവാനും അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനുമുള്ള കഴിവാണെന്തെന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ ശ്രദ്ധ എന്ന് പറയുന്നത്. നമ്മുടെ നോർമൽ ശ്രദ്ധയാണ് ഇവിടെ പറയുന്നത്. മനസ്സിലായല്ലോ? അത്രയേ ഉള്ളൂ. ഒരു വസ്തുതയെക്കുറിച്ചുള്ള ഗ്രഹാത്മകമായ അവബോധമാണ് ശ്രദ്ധ. നമ്മളൊരു കാര്യത്തെക്കുറിച്ച് നോക്കുമ്പോൾ അതിനെ നമ്മളൊരു മെയിൻ നമ്മുടെ ആ ഒരു ഫോക്കസ് കൊടുത്ത് ചെയ്യുന്ന ആ ഒരു അവബോധത്തെയാണ് എന്തെന്ന് പറയുന്നത്? നമ്മൾ ശ്രദ്ധ എന്ന് പറയുന്നത്. നമ്മുടെ മലയാളമായിട്ട് നമുക്കിങ്ങനെ തോന്നുന്നത് ഒരു വസ്തുതയെക്കുറിച്ചുള്ള ഗ്രഹാത്മകമായ അവബോധമാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ ശ്രദ്ധ എന്ന് പറയുന്നത്. ശ്രദ്ധ ബോധത്തിൻ്റെ ഉള്ളടക്കം നിർണ്ണയിക്കുകയും ബോധപൂർവമായ അനുഭവത്തിൻ്റെ ഗുണനിലവാരത്തെ സ്വാധീനിക്കുകയും ചെയ്യുന്നു. ഒന്നുകൂടി പറയാം, ഇതൊക്കെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മുടെ സൈക്കോളജി എന്ന് പറയുമ്പോൾ ഇനി അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് വലിയ പാടുകളൊന്നുമില്ല. നമ്മുടെ കഴിഞ്ഞ എനിക്ക് തോന്നുന്നു നാലാമത്തെയോ മൂന്നാമത്തെ വീഡിയോ ആണെന്ന് പറഞ്ഞു ചെറിയൊരു കൺഫ്യൂഷൻ വരുന്നത്. ഇനി നമ്മുടെ ഈ ഒരു വീഡിയോ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ കൺഫ്യൂഷനൊന്നും വരില്ല. ഭയങ്കര സിമ്പിൾ കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. അപ്പോൾ ഇതേപോലെയുള്ള നമ്മുടെ ശാസ്ത്രജ്ഞന്മാരുടെ കാര്യങ്ങൾ നിങ്ങളൊന്ന് എന്ത് ചെയ്യാം? ഒന്ന് എഴുതി വച്ചേക്കുക. അപ്പോൾ ഇത് നമ്മുടെ ടിഷ്നർ പറഞ്ഞ കാര്യമാണ്. ശ്രദ്ധ എന്ന് പറയുന്നത് എന്താണ്? ബോധത്തിൻ്റെ ഉള്ളടക്കം നിർണ്ണയിക്കുകയും ബോധപൂർവമായ അനുഭവത്തിൻ്റെ ഗുണനിലവാരത്തെ സ്വാധീനിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞത് ആരാണ്? നമ്മുടെ ടിച്ച്നറാണ്. ആരാണ്? ടിച്ച്നർ പറഞ്ഞ വാചകമാണ്. അടുത്ത GL ലൈബിനീസ് പറഞ്ഞ വാചകം എന്താണ് ശ്രദ്ധിക്കേണ്ടതെന്നും എന്ത് ചെയ്യരുതെന്നും ശ്രദ്ധ നിർണ്ണയിക്കുന്നു. അപ്പോൾ എന്താണ് GL ലൈബിനീസ് പറഞ്ഞത്? എന്താണ് ശ്രദ്ധിക്കേണ്ടതെന്നും എന്ത് ചെയ്യരുതെന്നും ശ്രദ്ധ നിർണ്ണയിക്കുന്നു എന്ന് പറഞ്ഞ ആരാണ്? നമ്മുടെ GL ലൈബിനീസ് ആണ്. മനസ്സിലായല്ലോ? ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. മനസ്സിലായല്ലോ? ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞാൽ നമ്മുടെ സയൻറ്റിസ്റ്റ് പറയുന്ന കാര്യങ്ങൾ എന്താണ്? അവർ അങ്ങനെ പറയുമ്പോൾ നമ്മുടെ മനഃശാസ്ത്രജ്ഞർ പറയുമ്പോൾ അതൊന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വച്ചേക്കണം. അടുത്ത്, വ്യക്തിയുടെ ഉടനടിയുള്ള അനുഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ശേഷിയാണെന്ത്? ശ്രദ്ധ എന്ന് പറയുന്നത്. ഒരു വ്യക്തിയുടെ ഉടനടിയുള്ള അനുഭവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ശേഷിയാണെന്തെന്ന് പറയുന്നത് നമ്മുടെ ശ്രദ്ധ എന്ന് പറയുന്നത്. പ്രധാന മാനസിക പ്രക്രിയയാണ് ശ്രദ്ധ. ഒരു പ്രധാനപ്പെട്ട ഒരു മാനസിക പ്രക്രിയയാണ് എന്തെന്ന് പറയുന്നത്? ശ്രദ്ധ. ശ്രദ്ധയില്ലാതെ ഭാവന,
പഠനം, ചിന്ത തുടങ്ങിയ മാനസിക പ്രക്രിയകൾ സാധ്യമോ ഉപയോഗപ്രദമോ അല്ല. നമ്മൾ നോർമലി ഞാൻ എന്താണ് പറയുന്നത്, നമ്മുടെ ആദ്യം പറഞ്ഞ പോലെ നമ്മുടെ ടീച്ചർ പണ്ട് നമ്മൾ പഠിക്കുന്ന നമ്മുടെ കൊച്ചിലത്തെ സമയത്ത് ടീച്ചർ പറയുമല്ലോ, എന്താണ് നിങ്ങൾക്ക് ശ്രദ്ധയില്ല, ആ ഒരു സംഭവം തന്നെയാണ് ഇവിടെയും പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ എന്താണ് പ്രധാന മാനസിക പ്രക്രിയയാണ് ശ്രദ്ധയെന്ന് പറയുന്നത്. ശ്രദ്ധയില്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഭാവന, പഠനം, ചിന്ത തുടങ്ങിയ മാനസിക പ്രക്രിയകൾ എന്ത് ചെയ്യാൻ പറ്റില്ല? നമുക്ക് ആ ഒരു മാനസിക പ്രക്രിയ നമുക്ക് പറ്റില്ല. അത്രയേ ഉള്ളൂ ഇവിടെ പറയുന്നത്. അടുത്ത്, ശ്രദ്ധ ഒരു മാനസിക പ്രവർത്തനമാണ്. നമുക്കറിയാം എന്താണ് ശ്രദ്ധ ഒരു മാനസിക പ്രവർത്തനമാണ്. ഒരാളുടെ താല്പര്യത്തെ ആശ്രയിച്ചിരിക്കുന്ന ഘടകമാണെന്ത്? ശ്രദ്ധ. ഇപ്പം നിങ്ങളിപ്പം ഈ ഒരു വീഡിയോ കാണുന്നുണ്ട് എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ താല്പര്യത്തോടു കൂടി ശ്രദ്ധിച്ചിരിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്? ഈ ഒരു വീഡിയോ കാണുന്നത്. അത്രയേ ഉള്ളൂ. ശ്രദ്ധ ഒരു മാനസിക പ്രവർത്തനമാണ്. ഒരാളുടെ താല്പര്യത്തെ ആശ്രയിച്ചിരിക്കുന്ന ഘടകമാണെന്ത്? ശ്രദ്ധ. നിനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നീ ശ്രദ്ധിക്കും, അല്ലെങ്കിൽ എന്ത് ചെയ്യില്ല? നീ ശ്രദ്ധിക്കില്ല. അടുത്ത നമ്മുടെ ഒരു ചെറിയൊരു സൈഡ് ഹെഡിങ് ആണ് സവിശേഷതകൾ. ഇതിൽ കുറച്ച് നമ്മുടെ ശ്രദ്ധ എന്ന് പറയുന്ന ടോപ്പിക്കിൽ ശ്രദ്ധിക്കുന്നുണ്ട് കുറച്ച് സവിശേഷതകളുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. അതിലൊന്നാമത് പറയുന്നത് എന്താണ്? ശ്രദ്ധ മനസ്സിൻ്റെ ഒരു തിരഞ്ഞെടുക്കൽ പ്രക്രിയയാണ്. കറക്റ്റാണ്. എന്താണ് ശ്രദ്ധ എന്ന് പറയുന്നത്? എന്താണ് നമ്മുടെ മനസ്സിൻ്റെ ഓരോരുത്തരുടെയും, നിങ്ങളാണെങ്കിൽ നിങ്ങളുടെ, എൻ്റെ ആണെങ്കിൽ എൻ്റെ, എന്താണ് നമ്മുടെ മനസ്സിൻ്റെ ഒരു തിരഞ്ഞെടുക്കൽ പ്രക്രിയയാണെന്ന് പറയുന്നത് ശ്രദ്ധ എന്ന് പറയുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ടേ ഞാൻ എന്ത് ചെയ്യുള്ളൂ? തിരഞ്ഞെടുക്കുള്ളൂ. അതേ ഇവിടെ പറയുന്നുള്ളൂ. അടുത്ത്, ശ്രദ്ധ ജോലി ചെയ്യാനുള്ള സന്നദ്ധതയാണ്. അറിയാമല്ലോ ശ്രദ്ധ എന്താണ്? ജോലി ചെയ്യാനുള്ള സന്നദ്ധതയാണ്. ഇതൊക്കെ നമ്മൾ കുറേ വലിച്ചു നീട്ടിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ചുമ്മാ സമയം പോലെ ഇതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാവുന്ന കാര്യമാണ്, പറയേണ്ട ആവശ്യമില്ലല്ലോ. ശ്രദ്ധ ജോലി ചെയ്യാനുള്ള സന്നദ്ധതയാണ്. ശ്രദ്ധ താല്പര്യവുമായി അഭേദ്യമായ ബന്ധം പുലർത്തുന്നു. നമുക്ക് താല്പര്യം ഉണ്ടെങ്കിലേ എന്തുള്ളൂ? നമുക്ക് ശ്രദ്ധ വരുള്ളൂ. ശ്രദ്ധ ഒരു മാനസിക പ്രക്രിയയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞത് എന്താണ്? ശ്രദ്ധ ഒരു മാനസിക പ്രക്രിയയാണ്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ശ്രദ്ധ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഇത് നിങ്ങൾക്ക് നോർമലി കിട്ടുന്നതാണ്. അടുത്ത നമ്മുടെ ആളാണ് ആര്? നമ്മുടെ ഓർമ്മ. നമുക്ക് ഓർമ്മ എന്താണെന്ന് നമുക്ക് ഒരു കോമൺ സെൻസ് ഉള്ള ആൾക്ക് മനസ്സിലാവും. നമുക്കറിയാമല്ലോ എന്താണ് ഓർമ്മ, മെമ്മറി എന്നൊക്കെ. അത് നമുക്ക് നോക്കാം. മാറ്റത്തെ അറിവായി ശേഖരിച്ചു വയ്ക്കുന്നതും ആവശ്യമുള്ളപ്പോൾ തിരിച്ചെടുക്കുന്നതുമാണ് ഓർമ്മ. അപ്പോൾ ഒരു മാറ്റത്തെ നമ്മൾ എന്ത് ചെയ്യുന്നു? അതിന് നമ്മൾ അറിവായിട്ട് ശേഖരിച്ചു വയ്ക്കുന്നു. പിന്നെ എന്താണ്? നമുക്ക് ആവശ്യമുള്ളപ്പോൾ എന്ത് ചെയ്യുന്നു? നമ്മളത് തിരിച്ചെടുക്കുന്നു. നമ്മൾ എന്ത് ചെയ്യുന്നു? അത് ഓർത്തെടുക്കുന്നു. അതിന് നമ്മൾ എന്തെന്ന് പറയുന്നു? നമ്മളതിനെ ഓർമ്മയെന്ന് പറയുന്നു. മാനസിക വ്യവസ്ഥ അറിവുകൾ ശേഖരിക്കുകയും അർത്ഥവത്താക്കുകയും മാറ്റം വരുത്തുകയും തിരിച്ചെടുക്കുകയും ചെയ്യുന്ന പൂർണ്ണ അവബോധമുള്ള മാനസിക അവസ്ഥയാണെന്തെന്ന് പറയുന്നത് ഓർമ്മയെന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്? മാനസിക വ്യവസ്ഥ അറിവുകൾ ശേഖരിക്കുകയും അർത്ഥവത്താക്കുകയും മാറ്റം വരുത്തുകയും തിരിച്ചെടുക്കുകയും ചെയ്യുന്ന പൂർണ്ണ അവബോധമുള്ള മാനസിക അവസ്ഥയാണെന്ന് പറയുന്നത് ഓർമ്മയെന്ന് പറയുന്നത്. ഇത് നേരിട്ട് നിരീക്ഷിക്കാൻ സാധ്യമല്ല. കാര്യങ്ങൾ ഓർമ്മിച്ചെടുക്കുവാനുള്ള കഴിവിലൂടെ എന്ത് ചെയ്യുന്നു? ഇത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതൊന്നും നമ്മൾ പറയേണ്ട ആവശ്യമില്ല. ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് വായിച്ചാൽ തന്നെ മനസ്സിലാവും. അടുത്ത്, ഓർമ്മ, മറവി എന്നീ ആശയങ്ങളെക്കുറിച്ച് ആദ്യമായിട്ട് പഠനം നടത്തിയ ആരാണ്? എബിൻ ഖാസ് ആണ്. ഇതൊക്കെ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് പോയിന്റ് ചെയ്ത് വയ്ക്കുക. ഓർമ്മ, മറവി എന്നീ ആശയങ്ങളെക്കുറിച്ച് ആദ്യമായിട്ട് പഠനം നടത്തിയ ആരാണ്? നമ്മുടെ എബിൻ മാമനാണ്. അപ്പോൾ ഓർമ്മ, മറവി എന്നീ ആശയങ്ങളെക്കുറിച്ച് ആദ്യമായിട്ട് പഠനം നടത്തിയ മാമൻ ആരാണ്ടാ? നമ്മുടെ എബിൻ മാമനാണ് നമ്മുടെ ഓർമ്മ, മറവി എന്നീ ആശയങ്ങളെക്കുറിച്ച് ആദ്യമായിട്ട് പഠനം നടത്തിയത്. ഇതൊരു ശ്രദ്ധിച്ചല്ലോ ഞാൻ ഇപ്പം. ഇതൊക്കെ നമ്മൾ പഠിച്ച കാര്യങ്ങളാണല്ലോ. അപ്പോൾ ഓർമ്മ, മറവി എന്നീ ആശയങ്ങളെക്കുറിച്ച് ആദ്യമായിട്ട് പഠനം നടത്തിയ ആരാണ്? എബിൻ ഖാസാണ്. ഞാനിപ്പോൾ റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട്. ഞാനിപ്പോൾ റിപ്പീറ്റ് ചെയ്ത് പറയുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യാനുണ്ട്? നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ ആണല്ലോ? അടുത്ത്, അനുഭവങ്ങളിലൂടെ സഞ്ചരിച്ച് ആവശ്യമുള്ള സന്ദർഭങ്ങളിൽ കൊണ്ടെത്തിക്കുന്ന മാനസിക പ്രതിഭാസമാണെന്തെന്ന് പറയുന്നത് നമ്മുടെ ഓർമ്മ അല്ലെങ്കിൽ സ്മരണ എന്ന് പറയുന്നത്. അപ്പോൾ അനുഭവങ്ങളിലൂടെ സഞ്ചരിച്ച് ആവശ്യമുള്ള സന്ദർഭങ്ങളിൽ കൊണ്ടെത്തിക്കുന്ന മാനസിക പ്രതിഭാസമാണെന്തെന്ന് പറയുന്നത് നമ്മുടെ ഓർമ്മ അല്ലെങ്കിൽ സ്മരണ എന്ന് പറയുന്നത്. വ്യക്തിഗത ജീവിതത്തിൽ ഓർമ്മയ്ക്ക് വളരെ വലിയ സ്വാധീനം കാണാം. ആണല്ലോ? നമ്മുടെ ഓർമ്മ എന്ന് പറയുന്ന സാധനത്തിന് ഭയങ്കരമായിട്ടുള്ള സ്വാധീനം നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഉണ്ട്. ഒരു ശിശു തൻ്റെ പഠന പുരോഗതി കൈവരിക്കുന്നതും ഓർമ്മയുടെ ആധിപത്യത്തിലാണ്. എങ്ങനെയാണ് ഒരു കുട്ടിയുടെ പഠന പുരോഗതി എങ്ങനെയാണ് കൈവരിക്കുന്നത്? അവൻ ഓർത്താണ് അവൻ കൈവരിക്കുന്നത്. അടുത്ത്, ശരിയായ വസ്തുതകൾ ഓർമ്മയിൽ സൂക്ഷിക്കുവാനും തെറ്റായവ മറക്കാനുമുള്ള ശേഷി ഓർമ്മയിലൂടെ അല്ലെങ്കിൽ ഓർമ്മശേഷിയിലൂടെ ഒരു വ്യക്തി കൈവരിക്കുന്നത്. അപ്പോൾ എന്താണ്? ശരിയായ വസ്തുതകൾ എന്ത് ചെയ്യുന്നു? അവൻ ഓർമ്മയിൽ സൂക്ഷിക്കുന്നു. പിന്നെന്താണ്? അവൻ ആവശ്യമുള്ളവ അത് ഓർത്തെടുക്കുന്നു. തെറ്റായ ഓർമ്മകൾ എന്ത് ചെയ്യുന്നു? അവൻ മറക്കാൻ ശ്രമിക്കുന്നു. അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു?
മറക്കുന്നു. ആ ഒരു ശേഷി എന്ത് ചെയ്യുന്നു? ഓർമ്മയിലൂടെ അല്ലെങ്കിൽ ഓർമ്മശേഷിയിലൂടെയാണിത് ഒരു വ്യക്തി കൈവരിക്കുന്നത്. മനസ്സിലായല്ലോ? നല്ല കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു? അവൻ ഓർത്തെടുക്കുന്നു. തെറ്റായ എന്ത് ചെയ്യുന്നു? അത് മറക്കാനുള്ള ശേഷി. മനസ്സിലായല്ലോ? ഇത്രയേ ഉള്ളൂ. അപ്പോൾ വ്യക്തിഗത ജീവിതത്തിൽ ഓർമ്മയ്ക്ക് വളരെ വലിയ സ്വാധീനം കാണാം. ഒരു ശിശു തൻ്റെ പഠന പുരോഗതി കൈവരിക്കുന്നതും ഓർമ്മയുടെ ആധിപത്യത്തിലാണ്. ശരിയായ വസ്തുതകൾ ഓർമ്മയിൽ സൂക്ഷിക്കാനും തെറ്റായവ മറക്കാനുമുള്ള ശേഷി ഓർമ്മയിലൂടെ അല്ലെങ്കിൽ ഓർമ്മയുടെ ശേഷിയിലൂടെ എന്ത് ചെയ്യുന്നു? ഒരു വ്യക്തി കൈവരിക്കുന്നു. ഇതൊക്കെ സിമ്പിളാണെന്ന് ആണ് എൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്. സിമ്പിളാണ്. അടുത്ത ആൾ വന്നു. നമ്മുടെ അനുഭവങ്ങൾ ശേഖരിച്ചു വയ്ക്കുവാനും ആ അനുഭവത്തിനു ശേഷം ബോധതലത്തിലേക്ക് കൊണ്ടുവരാനുമുള്ള മനസ്സാണ് ഓർമ്മ എന്ന് പറഞ്ഞ വ്യക്തി WM റൈബൺ നമ്മുടെ റൈബൺ മാമൻ. അപ്പോൾ നമ്മുടെ അനുഭവങ്ങൾ ശേഖരിച്ചു വയ്ക്കുവാനും ആ അനുഭവത്തിനു ശേഷം ബോധതലത്തിലേക്ക് കൊണ്ടുവരുവാനുള്ള മനസ്സാണ് ഓർമ്മ എന്ന് പറഞ്ഞ ആരാണ്? നമ്മുടെ ബൺമാമൻ WM റൈബൺ മാമൻ. അപ്പോൾ നമ്മുടെ അനുഭവങ്ങൾ ശേഖരിച്ചു വയ്ക്കുവാനും ആ അനുഭവത്തിനു ശേഷം ബോധതലത്തിലേക്ക് കൊണ്ടുവരുവാനുമുള്ള മനസ്സാണ് ഓർമ്മ എന്ന് പറഞ്ഞ ആരാണ്ട? നമ്മുടെ WM റൈബൺ മാമനാണ്. അടുത്ത്, ഓർമ്മ പ്രധാനമായും 4 ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഓർമ്മ എന്ന് പറഞ്ഞ ആ ഒരു സംഭവം എത്ര ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു? 4 ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. ഏതൊക്കെയാണ്? പഠനം, നമ്മുടെ ലേണിങ്, നിലനിർത്തൽ അല്ലെങ്കിൽ എന്താണ്? റിട്ടൻഷൻ, പുനഃസ്മരണ, പിന്നെന്താണ്? റീകോള്, തിരിച്ചറിവ് അല്ലെങ്കിൽ എന്താണ്? റെക്കഗ്നീഷൻ. ഇത് നമ്മൾ ഈ ഒരൊറ്റ വായനയിൽ തന്നെ ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ മനസ്സിലായി കാണും. പഠനം എന്ന് പറയുമ്പോൾ എന്താണെന്നറിയാം, നിലനിർത്തൽ അല്ലെങ്കിൽ റിട്ടൻഷൻ എന്ന് പറയുമ്പോൾ എന്താണെന്നറിയാം, റീകാൾ അല്ലെങ്കിൽ പുനഃസ്മരണ എന്ന് പറയുമ്പോൾ എന്താണെന്നറിയാം, റെക്കഗ്നീഷൻ അല്ലെങ്കിൽ തിരിച്ചറിവ് നിങ്ങൾക്ക് എന്താണെന്നറിയാം. ഒരു സാധാരണ ഓർമ്മയെക്കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്താണെന്ന് ഞാനടുത്ത് പറയാതെ തന്നെ ഏകദേശം നിങ്ങൾക്ക് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ സിമ്പിളായിട്ട് കണ്ടാൽ മതി, വലിയ കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു കാണണ്ട. അടുത്ത്, കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കാണേണ്ടതെന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം പഠിച്ച ആ കുറച്ച് കാര്യങ്ങൾ ഇനി അങ്ങോട്ട് കുറച്ച് വലിയ കോംപ്ലിക്കേഷൻ ഇല്ല എന്നാണ്. കുറച്ച് പാടുള്ള സ്ഥലങ്ങളുണ്ടാകും. അടുത്ത്, പഠിച്ച കാര്യങ്ങൾ സ്മരണയിൽ നിലനിർത്തുന്ന പ്രക്രിയയാണ് എന്തെന്ന് പറയുന്നത്? അതിനെയാണ് നമ്മൾ നിലനിർത്തലെന്ന് പറയുന്നത്. അപ്പോൾ പഠിച്ച കാര്യങ്ങൾ സ്മരണയിൽ നിലനിർത്തുന്ന പ്രക്രിയയാണ് എന്തെന്ന് പറയുന്നത്? നിലനിർത്തലെന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത നമ്മുടെ പോയിൻ്റാണ് ഹൃദിസ്ഥമാക്കിയ കാര്യങ്ങളുടെ പുനരാവിഷ്കരണം. അതാണ് എന്തെന്ന് പറയുന്നതാ? പുനഃസ്മരണ എന്ന് പറയുന്നത്. നമുക്കറിയാവുന്ന എന്താണ്? ഒരു കാര്യം നമ്മൾ ഹൃദിസ്ഥമാക്കുന്നു, അതിനെ എന്ത് ചെയ്യുന്നു? നമ്മൾ പിന്നെ എന്ത് ചെയ്യുന്നു? പുനഃസ്മരണ എന്ന് പറയുന്നത് നമ്മൾ പിന്നെയും ഓർത്തെടുക്കുന്നു. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? പുനഃസ്മരണ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു പുനഃസ്മരണ എന്ന് പറയുന്ന കാര്യം എത്ര തരത്തിലുണ്ട്? 2 തരത്തിലുണ്ട്. അപ്പോൾ പുനഃസ്മരണ എത്ര വിധത്തിലുണ്ട്? 2 വിധത്തിലാണ് പുനഃസ്മരണ ഉള്ളത്. ഏതൊക്കെയാണ്? സഹജ പുനഃസ്മരണയും മനഃപൂർവ്വ പുനഃസ്മരണയും എന്ന് പറയുമ്പോൾ നമ്മുടെ ഇംഗ്ലീഷിലാണെങ്കിൽ എന്താണ്? സ്പോണ്ടേനിയസ് റീകോളും ഡെലിബറേറ്റ് റീകോളും. നിങ്ങൾ ഇംഗ്ലീഷ് ഒന്ന് നോക്കി വെച്ചേക്കുക. എന്തൊക്കെയാണ് നമ്മുടെ പുനഃസ്മരണ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ പുനഃസ്മരണ എത്ര വിധമുണ്ട്? 2 വിധമുണ്ട്. ഏതൊക്കെയാണ്? സഹജ പുനഃസ്മരണയും മനഃപൂർവ്വ പുനഃസ്മരണയും. സ്പോണ്ടേനിയസ് റീകോളും ഡെലിബറേറ്റ് റീകോളും. അടുത്ത് പറയുന്നത് എന്താണ്? സ്മരണയിൽ നിലനിർത്തിയതും പുനഃസ്മരിക്കുന്നതുമായ മുൻ അനുഭവങ്ങളെക്കുറിച്ചുള്ള ധാരണയാണ് എന്തെന്ന് പറയുന്നത്? തിരിച്ചറിവെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ സ്മരണയിൽ നിലനിർത്തിയതും പിന്നെയും അത് പുനഃസ്മരിക്കുന്നതുമായ മുൻ അനുഭവങ്ങളെ പിന്നെയും നമ്മളത് ഓർക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? അതിനെയാണ് നമ്മൾ ആ ഒരു ധാരണയാണ് നമ്മൾ തിരിച്ചറിവ് എന്ന് പറയുന്നത്. സ്മരണയിൽ നിലനിർത്തിയതും പുനഃസ്മരിക്കുന്നതുമായ മുൻ അനുഭവങ്ങളെക്കുറിച്ചുള്ള ധാരണയാണ് എന്തെന്ന് പറയുന്നത്? തിരിച്ചറിവെന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു നിങ്ങളൊരു കാക്കയുടെ ശബ്ദം കേൾക്കുന്നുണ്ടെന്ന് തോന്നുന്നു. കുറച്ച് ഇറിറ്റേഷൻ ആണെന്ന് തോന്നുന്നു. ഇവിടെ കാക്കയുടെ അയൽക്കൂട്ടം നടക്കുകയാണ്. ഒരു രക്ഷയില്ല, ഒരു പോകുന്നില്ല അവിടെ ഇരിക്കുന്നത്. അപ്പോൾ അടുത്ത്, നാഡീവ്യൂഹമുള്ള ജന്തുക്കളുടെ പൊതു സ്വഭാവമാണ് ഓർമ്മയെന്ന് പറയുന്നത്. അപ്പോൾ നാഡീവ്യൂഹമുള്ള ജന്തുക്കളുടെ പൊതു സ്വഭാവമാണ് എന്തെന്ന് പറയുന്നത്? ഓർമ്മ എന്ന് പറയുന്നത്. അപ്പോൾ നാഡീവ്യൂഹമുണ്ടെങ്കിൽ ആ ജന്തുക്കൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓർക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട് എന്നാണ് പറയുന്നത്. അടുത്ത്, ഓർമ്മയുടെ പരസ്പര ബന്ധിതമായ ഘട്ടങ്ങൾ. അപ്പോൾ ഓർമ്മയുടെ പരസ്പര ബന്ധിതമായ ഘട്ടങ്ങൾ എന്തൊക്കെയാണ്? ആലേഖനം, സംഭരണം, പുനഃസൃഷ്ടി എന്ന് പറയുമ്പോൾ എന്താണ്? എൻകോഡിങ്, സ്റ്റോറേജ്, റിട്രീവൽ. അപ്പോൾ നമ്മുടെ ഓർമ്മയുടെ പരസ്പര ബന്ധിതമായ ഘട്ടങ്ങൾ ഏതൊക്കെയാണ്ട?
ആലേഖനം, സംഭരണം, പുനഃസൃഷ്ടി. എൻകോഡിങ്, സ്റ്റോറേജ്, റിട്രീവൽ. ഓർമ്മയിലേക്ക് വിവരങ്ങൾ നൽകുന്ന പ്രക്രിയയാണ് എന്തെന്ന് പറയും നമ്മൾ ആലേഖനമെന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഓർമ്മയിലേക്ക് വിവരങ്ങൾ നൽകുന്ന പ്രക്രിയ, നമ്മുടെ ഓർമ്മയിലേക്ക് ആ ഒരു വിവരങ്ങൾ കൊടുക്കുന്ന പ്രക്രിയ നമ്മൾ എന്തെന്ന് പറയുന്നടാ ആലേഖനമെന്ന് പറയുന്നു. അപ്പോൾ ഓർമ്മയിലേക്ക് വിവരങ്ങൾ നൽകുന്ന പ്രക്രിയ എന്തെന്ന് പറയുന്നു ആലേഖനമെന്ന് പറയുന്നു. ആലേഖനത്തിലൂടെ ലഭിച്ച വിവരങ്ങളെ പിന്നീടുള്ള ആവശ്യത്തിനായി സൂക്ഷിക്കുന്ന രീതി നമുക്കറിയാം എന്താണ്, അതിനെയാണ് നമ്മൾ സംഭരണമെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആലേഖനത്തിലൂടെ കുറച്ച് വിവരങ്ങൾ കിട്ടി, ആ വിവരങ്ങളെ നമ്മൾ എന്ത് ചെയ്യുന്നു, പിന്നീടുള്ള കാര്യങ്ങൾക്ക് എന്ത് ചെയ്യുന്നു നമ്മുടെ മനസ്സിൽ സൂക്ഷിച്ചു വയ്ക്കുന്നു. അതിനെന്തെന്ന് പറയും, നോർമലി എന്തെന്ന് പറയും സംഭരണമെന്ന് പറയും. അപ്പോൾ ആലേഖനത്തിലൂടെ ലഭിച്ച വിവരങ്ങളെ പിന്നീടുള്ള ആവശ്യത്തിനായി സൂക്ഷിക്കുന്ന രീതി നമ്മൾ എന്തെന്ന് പറയുന്നു സംഭരണമെന്ന് പറയുന്നു. ഓർമ്മയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. അപ്പോൾ ഓർമ്മയെ കുറച്ച് കാര്യങ്ങൾ സ്വാധീനിക്കും. എന്തൊക്കെയാണ്? ആലേഖനത്തിൻ്റെയും സംഭരണത്തിൻ്റെയും ശക്തിയും തീവ്രതയും. അപ്പോൾ നമ്മുടെ ഓർമ്മയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? ആലേഖനത്തിൻ്റെയും സംഭരണത്തിൻ്റെയും ശക്തിയും തീവ്രതയുമാണ് എന്ത് ചെയ്യുന്നത് ഓർമ്മയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളെന്ന് പറയുന്നത്. സിമ്പിൾ മലയാളം. ഓക്കെ ആണല്ലോ. അടുത്ത്, സംഭരിച്ചു വെച്ചിട്ടുള്ള ആശയത്തെ ആവശ്യം വരുമ്പോൾ പുറത്തു കൊണ്ടുവരുന്ന പ്രക്രിയ എന്തെന്ന് പറയുന്നു? അതിനെയാണ് നമ്മൾ പുനഃസൃഷ്ടി എന്ന് പറയുന്നത്. സിമ്പിൾ മലയാളമാണ്. എന്താണ്? സംഭരിച്ചു വച്ചിട്ടുള്ള ആശയത്തെ, നമ്മുടെ മനസ്സിൽ നിന്ന് ആ ഒരു ആശയത്തെ ആവശ്യം വരുമ്പോൾ, നമുക്ക് എപ്പോഴാണോ ആവശ്യം വരുമ്പോൾ പുറത്തു കൊണ്ടുവരുന്ന പ്രക്രിയ നമ്മൾ എന്തെന്ന് പറയുന്നടാ പുനഃസൃഷ്ടി എന്ന് പറയുന്നു. അപ്പോൾ സംഭരിച്ചു വച്ചിട്ടുള്ള ആശയത്തെ ആവശ്യം വരുമ്പോൾ പുറത്തു കൊണ്ടുവരുന്ന പ്രക്രിയ എന്തെന്ന് പറയുന്നു പുനഃസൃഷ്ടി എന്ന് പറയുന്നു. നമ്മുടെ കാക്കയിലെ ശബ്ദമൊക്കെ കുറഞ്ഞു, എനിക്ക് ഒന്ന് അയൽക്കൂട്ടം കഴിയുന്ന തോന്നുന്നത്. പോട്ടെ. അപ്പോൾ സംഭരിച്ചു വച്ചിട്ടുള്ള ആശയത്തെ ആവശ്യം വരുമ്പോൾ പുറത്തു കൊണ്ടുവരുന്ന പ്രക്രിയയാണ് എന്തെന്ന് പറയുന്നത് പുനഃസൃഷ്ടി എന്ന് പറയുന്നത്. അടുത്ത്, മനുഷ്യ മസ്തിഷ്കത്തിൽ വിവരങ്ങൾ സംഭരിക്കപ്പെടുന്ന രീതികൾ. നമ്മുടെ മനുഷ്യ മസ്തിഷ്കത്തിൽ വിവരങ്ങൾ സംഭരിക്കപ്പെടുന്ന രീതികളാണ് അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഏകദേശം. നമുക്കൊന്ന് നോക്കാം. അപ്പോൾ കാഴ്ചയിലൂടെ ലഭിക്കുന്ന സംവേദനങ്ങൾ ഓർമ്മകളായി മാറുന്നത് നമ്മൾ എന്തെന്ന് പറയും? വിഷ്വൽ മെമ്മറി എന്ന് പറയണം. നമ്മളൊരു സിനിമ കാണുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും സാധനം കാണുമ്പോൾ നമ്മൾ പടങ്ങൾ, നമ്മുടെ ഇമേജസ്, നമ്മുടെ ഫോണിൽ ഇമേജസ് കാണുമല്ലോ, നമ്മുടെ ഫോട്ടോ കാണുമല്ലോ. അപ്പോൾ അത് ഓർമ്മകളായി നിൽക്കുന്ന ആ സംഭവം എന്ന് പറയുന്നത് വിഷ്വൽ മെമ്മറി എന്ന് പറയുന്നത്. വിഷ്വൽ, കണ്ണ് കൊണ്ട് കാണുന്ന, മനസ്സിലായല്ലോ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ കാഴ്ചയിലൂടെ ലഭിക്കുന്ന സംവേദനങ്ങൾ ഓർമ്മകളായി മാറുന്നതാണ് എന്തെന്ന് പറയുന്നത് വിഷ്വൽ മെമ്മറി എന്ന് പറയുന്നത്. നിങ്ങളിപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കുറച്ച് നേരം, ഇപ്പോൾ നമ്മുടെ വീഡിയോ തുടങ്ങിയ സമയം എന്താണ്? അത് ഓർമ്മയായി, ആ സാധനം നിങ്ങൾ ഓർമ്മിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അതാണ് സംഭവം. മനസ്സിലായല്ലോ. അപ്പോൾ കാഴ്ചയിലൂടെ ലഭിക്കുന്ന സംവേദനങ്ങൾ ഓർമ്മകളായി മാറുന്ന എന്താണ് വിഷ്വൽ മെമ്മറി. ഉദാഹരണം എന്താണ്? ചലച്ചിത്രങ്ങൾ, ചിത്രങ്ങൾ. അടുത്ത്, കേൾവിയിലൂടെ ലഭിക്കുന്ന സംവേദനങ്ങൾ ഓർമ്മകളായി മാറുന്ന എന്തായിരിക്കും? അതിനെയാണ് നമ്മൾ ഓഡിറ്ററി മെമ്മറി എന്ന് പറയുന്നത്. നമ്മൾ ഓൾഫാക്ടറി മെമ്മറി, ഇതൊക്കെ നമ്മൾ ബയോളജിയിൽ +2-ലാണെന്ന് തോന്നുന്നു, സയൻസ് എടുത്തോളം പഠിച്ച് കാണാം. അപ്പോൾ കേൾവിയിലൂടെ ലഭിക്കുന്ന സംവേദനങ്ങൾ ഓർമ്മകളായി മാറുന്ന എന്താണ്? ഓഡിറ്ററി മെമ്മറിയാണ്. പ്രസംഗങ്ങൾ, പാട്ടുകൾ, സംഭാഷണങ്ങൾ, ഇതൊക്കെ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന എന്താണ്? നമ്മൾ ഈ പാട്ടൊക്കെ നമ്മളിപ്പം നമ്മുടെ പുതിയ സിനിമയിലൊക്കെ പാട്ട് ഓർമ്മ നിൽക്കുന്നുണ്ടല്ലോ, അതൊക്കെ എന്താണ്? ഈ ഒരു ഓഡിറ്ററി മെമ്മറിയാണ്. മനസ്സിലായല്ലോ, ഇത്രയേ ഉള്ളൂ. ഇതിൽ വേറെ ഒന്നും നമ്മൾ അങ്ങനെ ചിന്തിക്കാനൊന്നുമില്ല. അടുത്ത്, കായിക പ്രവർത്തനങ്ങളിലൂടെ ലഭിക്കുന്ന സംവേദനങ്ങൾ ഓർമ്മകളായി മാറുന്നത്. അപ്പോൾ നമ്മൾ കായിക പ്രവർത്തനം, ചിലവർ ഫുട്ബോൾ കളിക്കുന്നവർ കാണും, ക്രിക്കറ്റ് കളിക്കുന്നവർ കാണും, ആ ഒരു വഴിയിലൂടെ നമുക്കൊരു കുറേ കാര്യങ്ങൾ ഓർമ്മകളായി മാറുമല്ലോ, അതിനെയാണ് എന്തെന്ന് പറയുന്നത് കൈനസ്തെറ്റിക് മെമ്മറി എന്ന് പറയുന്നത്. അപ്പോൾ കായിക പ്രവർത്തനങ്ങളിലൂടെ ലഭിക്കുന്ന സംവേദനങ്ങൾ അത് ഓർമ്മകളായി മാറുന്നതിനെ നമ്മൾ എന്തെന്ന് പറയുന്നു? കിനസ്തെറ്റിക് മെമ്മറി, അല്ലെങ്കിൽ കിനസ്തെറ്റിക് മെമ്മറി തന്നെയാണ് പറയുന്നത്. അപ്പോൾ നമ്മളെ കുട്ടിക്കാലത്ത് നമ്മൾ സൈക്കിൾ ചവിട്ടാൻ പഠിച്ചു കഴിഞ്ഞാൽ വർഷങ്ങൾക്ക് ശേഷം സൈക്കിൾ ഓടിക്കാൻ പറ്റും. ചിലർ പറയുന്നതൊക്കെ എന്താണ്, നമ്മൾ കുറേ വർഷമായി ഓടിച്ചിട്ട് എനിക്ക് ഓടിക്കാൻ പറ്റുമോ, മറന്നുപോയോ? അതൊക്കെ തെറ്റാണ്. കാരണം എന്താണ്? ഇതൊരു കൈനസ്തെറ്റിക് മെമ്മറിയാണ്. കൈനസ്തെറ്റിക് മെമ്മറി നമ്മൾ മറക്കൂല. ചെറിയ എന്തെങ്കിലും ഫ്ലക്ച്വേഷൻസ് കാണും, മനസ്സിലായല്ലോ. അല്ലാതെ കിനസ്തെറ്റിക് മെമ്മറി എന്ന് പറഞ്ഞ സാധനം എന്ത് ചെയ്യില്ല, മറക്കൂല. കാരണം എന്താണ്? നമ്മളങ്ങനെ പഠിച്ചൊരു കാര്യമാണ്. അപ്പോൾ കായിക പ്രവർത്തനങ്ങളിലൂടെ ലഭിക്കുന്ന സംവേദനങ്ങൾ ഓർമ്മകളായി മാറുന്ന എന്താണ്? അതിനെയാണ് കിനസ്തെറ്റിക് മെമ്മറി എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. അതിന് ഉദാഹരണം പറഞ്ഞ എന്താണ്? കുട്ടിക്കാലത്ത് നമ്മൾ സൈക്കിൾ ഓടുന്നതാണ് ഉദാഹരണം പറഞ്ഞത്. മനസ്സിലായല്ലോ. അടുത്ത് നമ്മുടെ പോയിൻ്റാണ് പഠനം ഓർമ്മയിൽ നിൽക്കാൻ വേണ്ടത്. നമുക്ക് വേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ പഠനം ഓർമ്മയിൽ നിൽക്കാൻ വേണ്ട എന്താണ് ചെയ്യേണ്ടത്? എന്ത് ചെയ്യണം? ആലേഖനം, സംഭരണം,
പുനഃസൃഷ്ടി എന്നീ പ്രക്രിയകൾക്ക് കൂടുതൽ അവസരമുണ്ടാക്കണം. എന്താണ് നമ്മൾ ഒരു കാര്യം ഒരു ടെക്സ്റ്റ് ബുക്കാണെങ്കിൽ അത് നമ്മൾ വായിക്കണം, അതിനെ നമ്മൾ സംഭരിച്ചു വയ്ക്കണം, പിന്നെ എന്ത് ചെയ്യണം, അതിനെ പിന്നെയും അത് റീകോൾ ചെയ്തെടുക്കണം. പിന്നെ എന്താണ്, ഇപ്പോൾ നമ്മൾ പണ്ടത്തെ ഒരു തിയറി ഉണ്ടല്ലോ, ഇപ്പോഴും ആൾക്കാർ ചെയ്യുന്നതാണ്, എന്താണ്, നമ്മുടെ 7 മണിക്കൂർ കഴിഞ്ഞിട്ട് ഒരു കാര്യം പഠിച്ചിട്ട് 7 മണിക്കൂർ കഴിഞ്ഞിട്ട് പിന്നെയും അത് റീകോൾ ചെയ്താൽ അത് ഓർമ്മ നിൽക്കും എന്നുള്ള ആ ഒരു അറിയാമല്ലോ, ആ സംഭവമാണ് ഇവിടെയും പറയുന്നത്. അപ്പോൾ പഠനം നമ്മുടെ ഓർമ്മയിൽ നിൽക്കാൻ നിങ്ങളും എന്ത് ചെയ്യണം, ആലേഖനം ചെയ്യണം, സംഭരണം ചെയ്യണം, പുനഃസൃഷ്ടി എന്നീ പ്രക്രിയക്ക് എന്ത് ചെയ്യണം, കൂടുതൽ അവസരമുണ്ടാക്കണം. മനസ്സിലായല്ലോ? ഇപ്പോൾ പഠിക്കും, പിന്നെ നിങ്ങളത് റിപ്പീറ്റ് ചെയ്യില്ല, അപ്പോൾ എന്ത് ചെയ്യും, നിങ്ങളത് മറന്നു പോകും ആസ് യൂഷ്വൽ. മനസ്സിലായല്ലോ? അത്രയേ ഉള്ളൂ. അടുത്ത് സ്മരണയെ 5ആയി തരംതിരിക്കാം. നമ്മുടെ സ്മരണയെ നമുക്ക് എന്ത് ചെയ്യാം, 5ആയിട്ട് തരംതിരിക്കാം. അതിലൊന്നാമത്തെ എന്താണ്, സമീപ സ്മരണ അല്ലെങ്കിൽ സ്ഥിരസ്മരണ, ഇമ്മീഡിയറ്റ് മെമ്മറി അല്ലെങ്കിൽ പെർമനൻ്റ് മെമ്മറി. അപ്പോൾ നമ്മുടെ സ്മരണയെ നമുക്ക് എത്രയായി തിരിക്കാം, 5ആയി തരംതിരിക്കാം. ഒന്നാമത്തേതാണ്ട സമീപസ്മരണ അല്ലെങ്കിൽ സ്ഥിര സ്മരണ, ഇമ്മീഡിയറ്റ് മെമ്മറി അല്ലെങ്കിൽ പെർമനൻ്റ് മെമ്മറി. എന്താണത് പറയുന്നത്? ഒരു വസ്തുത മനസ്സിലാക്കിയ ശേഷം അല്ലെങ്കിൽ പഠിച്ച ശേഷം ഉടനടി ഓർത്തെടുക്കുന്നതിനെ എന്തെന്ന് പറയുന്നു, സമീപസ്മരണ എന്ന് പറയുന്നു. അപ്പോൾ ഒരു സാധനം നമ്മൾ പഠിച്ചു അല്ലെങ്കിൽ നമ്മളത് മനസ്സിലാക്കി, അതിനെന്ത് ചെയ്യുന്നു, അതിനെ പെട്ടെന്ന് നമ്മൾ ഓർത്തെടുക്കുന്നതിനെ പറയുന്ന പേരെന്താണ്, അതിനെയാണ് സമീപസ്മരണ എന്ന് പറയുന്നത്. ഉദാഹരണം പറയുന്നത് എന്താണ്, ഒരു ടെലിഫോൺ ഡയറക്ടറിയിൽ നോക്കി ഒരു നമ്പർ കണ്ടുപിടിച്ച് ഉടൻ തന്നെ ഫോൺ വിളിക്കാനായി ഓർമ്മയിൽ വയ്ക്കുന്നത്. മനസ്സിലായല്ലോ? നമുക്ക് പറഞ്ഞ എന്താണ്, നമ്മുടെ എന്തെങ്കിലും നമ്മൾ ചെയ്യുമ്പോൾ OTP വരുമല്ലോ, OTP നമ്മുടെ കേരള PSC രജിസ്റ്റർ ചെയ്യുമ്പോൾ, നമ്മുടെ രജിസ്റ്റർ ചെയ്യുമ്പോൾ അല്ല, നമ്മളിപ്പം കയറുമ്പോൾ ഒരു OTP വരുമല്ലോ, ആ OTP നമ്മൾ പെട്ടെന്ന് ഓർത്തിട്ട് നമ്മൾ പിന്നെയും ടൈപ്പ് ചെയ്യുമല്ലോ, ആ ഒരു സംഭവമാണ്. മനസ്സിലായല്ലോ? ഇതാണ് സമീപസ്മരണ അല്ലെങ്കിൽ സ്ഥിരസ്മരണ, ഇമ്മീഡിയറ്റ് മെമ്മറി അല്ലെങ്കിൽ പെർമനൻ്റ് മെമ്മറി. നമ്മുടെ കേരള PSCയിലെ OTP അങ്ങ് ഓർമ്മിച്ച് വെച്ചിരുന്നാൽ. മനസ്സിലായല്ലോ? അടുത്ത്, എന്നാൽ ഒരു വസ്തുത മനസ്സിലാക്കി വച്ചതിനു ശേഷം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷവും അത് ഓർത്തെടുക്കുന്നതെങ്കിൽ അതിനെന്തെന്ന് പറയുന്നു, അതിനെ സ്ഥിരസ്മരണ എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ്, നമ്മുടെ സമീപസ്മരണയാണ് പറഞ്ഞത്. സമീപസ്മരണ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ കേരള PSC, ഞാൻ പറഞ്ഞ കേരള PSCയിൽ ആ ഒരു OTP വരുന്നതായിട്ട് ഓർക്കുക, പെട്ടെന്ന് നമ്മൾ വരുന്നു, പെട്ടെന്ന് നമ്മൾ ഓർത്തെടുക്കുന്നു, പെട്ടെന്ന് നമ്മൾ ടൈപ്പ് ചെയ്യുന്നു. അടുത്ത് പറയുന്നത് എന്താണ്, ഒരു വസ്തുത മനസ്സിലാക്കി വച്ചതിനു ശേഷം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷവും അത് ഓർത്തെടുക്കുന്നുവെങ്കിൽ അതിനെന്തെന്ന് പറയാം, അതിനെ നമുക്ക് സ്ഥിരസ്മരണ എന്ന് പറയാം. അപ്പോൾ നമ്മുടെ ഒരു വസ്തുത, ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കി വെച്ചു, എന്നിട്ട് എന്താണ്, അത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷവും അത് ഓർത്തെടുക്കുന്നുവെങ്കിൽ എന്താണ്, അതിനെ നമുക്ക് എന്തെന്ന് പറയാം, സ്ഥിരസ്മരണ എന്ന് പറയാം. ഉദാഹരണം പറയുന്നത് എന്താണ്, നമ്മുടെ അടുത്ത ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും പേരുകൾ ഓർമ്മയിൽ വയ്ക്കുന്ന എന്താണ്, സ്ഥിരസ്മരണയ്ക്ക് ഉദാഹരണമാണ്. ഉദാഹരണം, നിങ്ങൾ ഇന്നൊരു കല്യാണത്തിന് പോയി, കല്യാണത്തിന് വെച്ച് അവിടെ ഒരു കൂട്ടുകാരനെ കണ്ടുമുട്ടി, അവനെ ഇന്ന് കണ്ടു, ഒരു 5 ദിവസം കഴിഞ്ഞ് നമ്മൾ പിന്നെയും വരുമ്പോൾ എന്താണ്, അരുണേ അല്ലെങ്കിൽ മുഹമ്മദേ എന്നിങ്ങനെ വിളിക്കുമല്ലോ, ആ ഒരു സ്മരണയെ നമുക്ക് എന്തെന്ന് പറയാം, നമ്മുടെ സ്ഥിരസ്മരണ എന്ന് പറയാം. ഒന്നുകൂടെ വായിക്കാം. ഒരു വസ്തുത മനസ്സിലാക്കി വച്ചതിനു ശേഷം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷവും അത് ഓർത്തെടുക്കുന്നുവെങ്കിൽ അതിനെ സ്ഥിരസ്മരണ എന്ന് പറയാം. നമ്മുടെ കല്യാണത്തിൽ കണ്ടുമുട്ടിയ കൂട്ടുകാരൻ. മനസ്സിലായല്ലോ? അതിനെയാണ് സ്ഥിരസ്മരണ എന്ന് പറയുന്നത്. ക്ലിയറായിട്ട് മനസ്സിലാവും. അടുത്ത്, യാന്ത്രിക സ്മരണയും റോട്ട് മെമ്മറിയും യുക്തിപരസ്മരണയും ലോജിക്കൽ മെമ്മറിയും. അപ്പോൾ എന്താണ് യാന്ത്രിക സ്മരണയും യുക്തിപര സ്മരണയും എന്ന് നമുക്ക് നോക്കാം. റോട്ട് മെമ്മറിയും ലോജിക്കൽ മെമ്മറിയും. ഒരു വസ്തുതയെ മനസ്സിലാക്കാതെ യാന്ത്രികമായി ഓർത്തെടുക്കുന്നു. എന്നാൽ ഒരു വസ്തുതയുടെ ആഴവും അർത്ഥവും മനസ്സിലാക്കി യുക്തിപരമായി ചിന്തിച്ച് ഓർമ്മിക്കുന്നു. ഇത്തരം സ്മരണയെ യുക്തിപരസ്മരണ എന്ന് പറയാം. അപ്പോൾ എന്താണ്, നമ്മുടെ ഒരു വസ്തുത, ഒരു കാര്യത്തെ നമ്മൾ മനസ്സിലാക്കാതെ യാന്ത്രികമായിട്ട് ഓർത്തെടുക്കുന്നു. നമുക്ക് ആ കാര്യത്തെക്കുറിച്ച് വലുതായിട്ടൊന്നും അറിഞ്ഞൂടെ, അതിനെന്ത് ചെയ്യുന്നു, നമ്മളങ്ങ് ഊഹിച്ചെന്ന് യാന്ത്രികമായിട്ട് എന്ത് ചെയ്യുന്നു, ഓർത്തെടുക്കുന്നു. എന്നാൽ ഒരു വസ്തുതയുടെ ആഴവും അർത്ഥവും മനസ്സിലാക്കി യുക്തിപരമായി ചിന്തിച്ച് ഓർമ്മിക്കുന്നു. പിന്നെന്താണ്, നമ്മളൊരു വസ്തുത, ഒരു കാര്യത്തിൻ്റെ, നമുക്ക് ആദ്യം എന്താണ്, ഒരു വസ്തുതയെ മനസ്സിലാക്കാതെ യാന്ത്രികമായി പെട്ടെന്ന് നമ്മൾ ഓർത്തെടുക്കുന്നു. അടുത്ത് പറയുന്നത് എന്താണ്, ഒരു വസ്തുതയുടെ ആഴവും അർത്ഥവും മനസ്സിലാക്കി യുക്തിപരമായി ചിന്തിച്ച് ഓർമ്മ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ കറക്റ്റായിട്ട് അതിനെ മനസ്സിലാക്കി നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ ഓർമ്മിച്ച് എടുക്കുന്നു. ഇത്തരം സ്മരണ എന്തെന്ന് പറയുന്നു, യുക്തിപരസ്മരണ എന്ന് പറയും. നമ്മൾ യുക്തിപൂർവ്വം നമ്മളിങ്ങനെ ചിന്തിച്ചെടുക്കുന്ന ആ ഒരു സ്മരണ എന്താണെന്ന് പറയുന്നത്, അതിനെയാണ് നമ്മൾ യുക്തിപരസ്മരണ എന്ന് പറയുന്നത്. ലോജിക്കൽ മെമ്മറി അല്ലെങ്കിൽ റോട്ട് മെമ്മറി. അടുത്തെന്താണ്, സജീവ സ്മരണയും നിഷ്ക്രിയ സ്മരണയും. അപ്പോൾ സജീവ സ്മരണയും നിഷ്ക്രിയ സ്മരണയും. ആക്റ്റീവ് മെമ്മറിയും പാസീവ് മെമ്മറിയും. നമ്മൾ എവിടെയൊക്കെ കേട്ടിട്ടുള്ള നിങ്ങൾക്ക് എവിടെയൊക്കെ കേട്ടായിട്ട് ഓർക്കുന്നുണ്ടാവും.
എന്താണ് സജീവ സ്മരണയും ആക്റ്റീവ് മെമ്മറിയും നിഷ്ക്രിയ സ്മരണയും പാസീവ് മെമ്മറിയും. ആ ഒരു വാക്കിൽ തന്നെ ഉണ്ട് എന്താണ് ഒരു കാര്യം പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങളെ മനസ്സിലാക്കിയ കാര്യങ്ങളെ സന്ദർഭത്തിനനുസരിച്ച് ഓർത്തെടുക്കുവാൻ ശ്രമിക്കുന്നതിന് എന്തെന്ന് പറയുന്നു സജീവ സ്മരണ എന്ന് പറയുന്നു. അപ്പോൾ ഒരു കാര്യം പഠിച്ചു എന്ന് പറയുമ്പോൾ നമ്മളൊരു പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങളെ അല്ലെങ്കിൽ മനസ്സിലാക്കിയ കാര്യങ്ങളെ എന്താണ് ഒരു സന്ദർഭത്തിനനുസരിച്ച് ഓർത്തെടുക്കുവാൻ ശ്രമിക്കുന്നതിന് എന്തെന്ന് പറയുന്നു സജീവ സ്മരണ എന്ന് പറയുന്നു. അപ്പോൾ എന്താണ് അപ്പോൾ നമ്മളൊരു കാര്യം പഠിച്ചു, അപ്പോൾ ആ കാര്യത്തെ ഒരു പഠിച്ചു കഴിഞ്ഞ കാര്യത്തെ അല്ലെങ്കിൽ നമ്മളൊരു മനസ്സിലാക്കിയ ഒരു കാര്യത്തെ അതിൻ്റെ സന്ദർഭത്തിനനുസരിച്ച് നമുക്ക് എപ്പോഴാണോ ആവശ്യമുള്ളത് ആ ഒരു സന്ദർഭത്തിനനുസരിച്ച് പിന്നെയും ഓർത്തെടുക്കാൻ ശ്രമിക്കുന്നതിന് നമ്മൾ എന്തെന്ന് പറയുന്നു സജീവ സ്മരണ എന്ന് പറയുന്നു. ഉദാഹരണം എന്താണ് പരീക്ഷാ ഹാളിൽ ചോദ്യത്തിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാൻ ഇത്തരം സ്മരണയാണ് ഉപയോഗിക്കുന്നത്. കാരണം നമുക്ക് ആ സാധനം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. മനസ്സിലായല്ലോ. സൈക്കോളജി തന്നെ വേണം, വേറെ എന്തെങ്കിലും ഓർത്തിട്ട് കാര്യമുണ്ടോ? കാര്യം ഇല്ല. അടുത്ത് എന്നാൽ മാനസികമായ യാതൊരു തയ്യാറെടുപ്പുമില്ലാതെ ആവശ്യം വേണ്ട വസ്തുത ഓർമ്മയിൽ വന്നു ചേരുന്ന പ്രക്രിയയാണ് എന്തെന്ന് പറയുന്നത് നിഷ്ക്രിയ സ്മരണ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ജസ്റ്റ് ഒന്ന് എവിടെയെങ്കിലുമൊക്കെ കേട്ട് വെച്ചിട്ട് പോകും, സമയമാകുമ്പോൾ എന്ത് ചെയ്യും അത് കറക്റ്റായിട്ട് നമുക്ക് ഓർമ്മയിൽ വരും. ഇതാണെന്ന് പറയുന്നത് നിഷ്ക്രിയ സ്മരണ എന്ന് പറയുന്നത്. നമ്മുടെ ജന്മദേശത്ത് നിന്നുമുള്ള ഒരു വ്യക്തിയെ കാണുമ്പോൾ അവിടെ കൃഷിയിടങ്ങളും അയൽക്കാരും ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളും അറിയാതെ തന്നെ ഓർമ്മയിലെത്തുന്നു. ഇതൊരു ഉദാഹരണമാണ്. മനസ്സിലായല്ലോ. നമ്മളായപ്പം വേറൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു മാങ്ങ കൊണ്ടുവരുമ്പോൾ ചിലർക്ക് നമ്മുടെ ആ ഒരു മാങ്ങ പണ്ടത്തെ ആ ഒരു നൊസ്റ്റാൾജി അടിക്കും. അതൊക്കെ എന്ത് ചെയ്യും ഇതിലാണ് വരുന്നത്. അപ്പോൾ ഒരു മാനസികമായ യാതൊരു തയ്യാറെടുപ്പുമില്ലാതെ ആവശ്യം വേണ്ട വസ്തുത ഓർമ്മയിൽ വന്നു ചേരുന്ന പ്രക്രിയ എന്തെന്ന് പറയുന്നു നിഷ്ക്രിയ സ്മരണ എന്ന് പറയുന്നു. ഉദാഹരണം എന്താണ് നമ്മളിപ്പോൾ അമേരിക്കയിൽ പോയി, അപ്പോൾ അവിടെ നിന്നപ്പോൾ എന്ത് ചെയ്തു നമ്മുടെ നാട്ടിൽ നിന്നൊരു കൂട്ടുകാരൻ അവിടെ വന്നു. അപ്പോൾ അവനെ കണ്ടപ്പോൾ എന്താണ് പെട്ടെന്ന് തന്നെ നമ്മളെ നാട്ടിലെ കാര്യങ്ങളങ്ങ് ഓർമ്മിച്ചു. മനസ്സിലായല്ലോ. അത് മാത്രം, ഇത്രയേ ഉള്ളൂ. അടുത്ത ഇതാണ് നമ്മുടെ ശീലസ്മരണ, ഹാബിറ്റ് മെമ്മറിയും യഥാർത്ഥ സ്മരണ ട്രൂ മെമ്മറി. എന്താണ് ശീലസ്മരണ, ഹാബിറ്റ് മെമ്മറിയും യഥാർത്ഥ സ്മരണ ട്രൂ മെമ്മറി. ഒരു പദ്യഭാഗം നല്ല പോലെ ആവർത്തിച്ചു ഹൃദയസ്ഥമാക്കിയാൽ പിന്നീടത് ഓർത്തെടുക്കുവാൻ കഴിയും. ഇത്തരം സ്മരണയാണ് അതെന്ന് പറയുന്നത് ശീലസ്മരണ എന്ന് പറയുന്നത്. നമ്മുടെ ഓണം ആവാറായി. ഓണത്തിന് നമ്മൾ പരിപാടിയൊക്കെ പണ്ടത്തെ കാലത്ത് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ക്ലബ്ബുകളുടെ പരിപാടിയൊക്കെ എന്ത് ചെയ്യും, നമ്മൾ പാട്ട് നല്ല വൃത്തിയായിട്ട് നമ്മളെ കവിതയൊക്കെ നമ്മൾ പഠിക്കുമല്ലോ. ആ ഒരു സംഭവം ആലോചിച്ചാൽ മതി. മനസ്സിലായി. അതാണ് ശീലസ്മരണ എന്ന് പറയുന്നത്. അപ്പോൾ ശീലസ്മരണ എന്ന് പറയുമ്പോൾ എന്താണ് ഒരു പദ്യഭാഗം നമ്മൾ ഓണം ആവാറായി ആ ഒരു സമയത്ത് എന്താണ് നമ്മൾ ക്ലബ്ബുകളിലൊക്കെ നമ്മുടെ പദ്യപാരായണമൊക്കെ നടക്കും. ആ സമയത്ത് എന്ത് ചെയ്തു നമ്മൾ പദ്യഭാഗങ്ങൾ കാണാതെ നല്ല വൃത്തിയായിട്ട് പഠിച്ചു. ആ ഒരു സംഭവത്തെ എന്തെന്ന് പറയുന്നു അതിനെയാണ് നമ്മൾ ശീലസ്മരണ എന്ന് പറയുന്നത്. ഒരു പദ്യഭാഗം നല്ല പോലെ ആവർത്തിച്ചു ഹൃദയസ്ഥമാക്കിയാൽ പിന്നീടത് ഓർത്തെടുക്കുവാൻ കഴിയും. ഇത്തരം സ്മരണ എന്ന് പറയുന്നത് ശീലസ്മരണ എന്ന് പറയുന്നത്. വേറൊരു ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ പണ്ട് എൻജോടി പഠിക്കുള്ളൂ. എൻജോടി ഇങ്ങനെയാണ് നമ്മൾ പിന്നെയും റിപ്പീറ്റ് ചെയ്താണല്ലോ എൻജോടി പഠിക്കുന്നത്. ഇതിനെയാണ് നമ്മൾ ശീലസ്മരണയ്ക്ക് ഉദാഹരണമെന്ന് പറയാൻ പറ്റുന്നത്. അടുത്ത് യഥാർത്ഥ സ്മരണ, ആവർത്തന സങ്കലന രീതിയിൽ ഗുണന പട്ടിക നിർമ്മിക്കുകയും ഗുണനഫലത്തെപ്പറ്റി യുക്തിപരമായ ചില ബന്ധങ്ങൾ കണ്ടെത്തുകയും ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത് യഥാർത്ഥ സ്മരണ എന്ന് പറയുന്നത്. കുറച്ച് മുമ്പേ പറയുന്നതാണ് ആവർത്തന സങ്കലന രീതിയിൽ ഗുണന പട്ടിക നിർമ്മിക്കുകയും ആ ഒരു ഗുണനഫലത്തെപ്പറ്റി യുക്തിപരമായ ചില ബന്ധങ്ങൾ കണ്ടെത്തുകയും ചെയ്യുന്നത് എന്താണ്, അതിന് നമുക്ക് യഥാർത്ഥ സ്മരണ എന്ന് പറയും. ഇതിനെയൊക്കെ നമ്മൾ പിന്നെയും പറഞ്ഞുകൊണ്ടിൻ്റെ കാര്യമില്ല. ഇതൊക്കെ സിമ്പിൾ മലയാളമാണ്, കറക്റ്റായിട്ട് മനസ്സിലാവും. അടുത്ത നമ്മുടെ എന്താണ് വ്യക്തിഗത സ്മരണയും വസ്തുനിഷ്ഠ സ്മരണയും, പേഴ്സണൽ മെമ്മറിയും ഇംപേഴ്സണൽ മെമ്മറി. അപ്പോൾ എന്താണ് വ്യക്തിഗത സ്മരണ അല്ലെങ്കിൽ നമ്മുടെ വസ്തുനിഷ്ഠ സ്മരണ, പേഴ്സണൽ മെമ്മറി അല്ലെങ്കിൽ ഇംപേഴ്സണൽ മെമ്മറി എന്ന് നോക്കാം. ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ നിങ്ങൾക്ക് വിചാരിക്കും ഇത് ഓർമ്മയിൽ നിൽക്കുമോ. ആക്ച്വലി ഇത് ഓർമ്മയിൽ നിൽക്കില്ല. കുറച്ച് എന്ന് പറയുമ്പോൾ എന്താണ് സംഭവം ഭയങ്കര സിമ്പിളാണ്. പക്ഷേ നമുക്ക് സൈക്കോളജി എന്ന് പറയുന്ന ടോപ്പിക് എന്ന് പറയുന്നത് നമുക്ക് ഇതാണ് അതാണെന്ന് നമുക്ക് ഒരു കോൺസെപ്റ്റാണ് ചോദിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ നമ്മുടെ സൈക്കോളജിയിൽ നിങ്ങൾ എക്സാം എടുത്ത് ചോദിക്കുന്നത് അവർ ആ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട് ഒരു വേറൊരു രീതിയിലാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആ കോൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ പാടില്ല. അപ്പോൾ വ്യക്തിഗത സ്മരണയും വസ്തുനിഷ്ഠ സ്മരണയും, പേഴ്സണൽ മെമ്മറിയും ഇംപേഴ്സണൽ മെമ്മറിയും. വൈയക്തികമായ ചുറ്റുപാടിൽ വ്യക്തി താല്പര്യത്തോടെയും മനോഭാവത്തോടെയും ഓർത്തെടുക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് വ്യക്തിഗത സ്മരണ എന്ന് പറയുന്നത്. അപ്പോൾ
നമ്മുടെ വൈയക്തികമായ ചുറ്റുപാടിൽ വ്യക്തി താല്പര്യത്തോട് നമ്മുടെ വ്യക്തി താല്പര്യത്തോടെയും മനോഭാവത്തോടെയും ഓർത്തെടുക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് വ്യക്തിഗത സ്മരണ എന്ന് പറയുന്നത്. നമ്മളൊരു കോമൺ മാൻ ആണെങ്കിൽ അവൻ്റെ വ്യക്തിപരമായ ആ ഒരു സ്മരണ, അതാണ് എന്ത് പറയുന്നത് നമ്മുടെ വ്യക്തിഗത സ്മരണ എന്ന് പറയുന്നത്. ഒരു വസ്തുതയെ മറ്റൊരു കാര്യവുമായി ബന്ധപ്പെടുത്താതെ അമൂർത്തമായി ചിന്തിച്ചെടുക്കുവാൻ സാധിക്കുന്നുവെങ്കിൽ അതിനെ എന്തെന്ന് പറയാം? വസ്തുനിഷ്ഠമായ സ്മരണ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വസ്തുതയെ, ഒരു കാര്യത്തെ മറ്റൊരു കാര്യവുമായിട്ട് ബന്ധപ്പെടുത്താതെ അമൂർത്തമായി എന്ന് പറയുമ്പോൾ ഒരു സാധനം ചിന്തിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വേറൊരു സാധനത്തിൻ്റെ കണക്ഷൻ വേണ്ട, അല്ലാതെ ചിന്തിച്ചെടുക്കുവാൻ ഒരാൾക്ക് സാധിക്കുന്നുവെങ്കിൽ അതിനെ എന്തെന്ന് പറയുന്നു? അതിനെ നമുക്ക് വസ്തുനിഷ്ഠാ സ്മരണ എന്ന് പറയുന്നു. അപ്പോൾ ഒരു കാര്യത്തെ മറ്റൊരു കാര്യവുമായിട്ട് ബന്ധപ്പെടുത്താതെ ചിന്തിച്ചെടുക്കുവാൻ സാധിക്കുന്നുവെങ്കിൽ അതെന്താണ്? അതിനെയാണ് വസ്തുനിഷ്ഠാ സ്മരണ എന്ന് പറയുന്നത്. അടുത്ത് ഓർമ്മ സൃഷ്ടിയിലെ വിവിധ ഘട്ടങ്ങൾ എന്ന് പറയുന്ന ഒരു സബ് ടോപ്പിക്കാണ്. അപ്പോൾ അതിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കാം. പ്രെഫോണ്ടൽ കോർട്ടെക്സ്, നിയോ കോർട്ടെക്സസ്, ബേസൽ ഗാംഗ്ലിയ, ഹിപ്പോ ക്യാമ്പസ്, അമിഗ്ഡാല. ഇതൊക്കെ കേൾക്കുമ്പോൾ എന്താണ്? മുമ്പ് ചിലർ കേട്ട് കാണും. ഇതൊക്കെ കേൾക്കുമ്പോൾ ചിലപ്പോൾ വിചാരിക്കുന്നതാണ് ഇത് വായിക്കാതെ. ഇപ്പോൾ ഞാനിപ്പം ഓഡിയോ വേണമെങ്കിൽ മാത്രമാണ് അയച്ചത്. നിങ്ങൾ ഇതേതോ നമ്മുടെ മനഃശാസ്ത്രജ്ഞൻ്റെ പേരാണ്. ഇതെന്താണ്? ഇത് മനഃശാസ്ത്രജ്ഞൻ്റെ പേരല്ല. എന്നിവയാണ് ഓർമ്മകൾ സൃഷ്ടിക്കുന്നതിനും സംഭരിക്കുന്നതിനും അറിവ് പ്രോസസ്സ് ചെയ്യുന്ന പ്രോസസ്സറുകളായി പ്രവർത്തിക്കുന്ന തലച്ചോറിൻ്റെ വിവിധ ഭാഗങ്ങൾ. ഇതൊക്കെ നമ്മുടെ തലച്ചോറിൻ്റെ വിവിധ ഭാഗങ്ങളാണ്. എന്തൊക്കെയാണ്? പ്രെഫോണ്ടൽ കോർട്ടെക്സ്, നിയോ കോർട്ടെക്സ്, ബേസൽ ഗാംഗ്ലിയ, ഹിപ്പോ ക്യാമ്പസ്, അമിഗ്ഡാല. ഇതൊക്കെ എന്താണ്? നമ്മുടെ ഓർമ്മകൾ സൃഷ്ടിക്കുന്നതിനും സംഭരിക്കുന്നതിനും പ്രോസസ്സ് ചെയ്യുന്നതിനുള്ള പ്രോസസ്സുകളായിട്ട് നമ്മുടെ തലച്ചോറിൽ പ്രവർത്തിക്കുന്ന ഭാഗങ്ങളാണ് ഇതൊക്കെ എന്ന് പറയുന്നത്. അടുത്ത നമ്മുടെ പോയിൻ്റാണ്, മസ്തിഷ്കത്തിന് 3 തരം മെമ്മറി പ്രക്രിയകളുണ്ട്. അപ്പോൾ മസ്തിഷ്കത്തിന് എത്ര തരം മെമ്മറി പ്രക്രിയകളുണ്ട്? 3 തരം മെമ്മറി പ്രക്രിയകളുണ്ട്. ഏതൊക്കെയാണ്? ഇന്ദ്രിയ സ്മരണ അഥവാ സെൻസറി മെമ്മറി, ഹ്രസ്വകാല സ്മരണ, മൂന്നാമത്തേതാണ് ദീർഘകാല സ്മരണ. അപ്പോൾ നമ്മുടെ മസ്തിഷ്കത്തിന് 3 തരം പ്രക്രിയകളുണ്ട്. ഏതൊക്കെയാണ്? തരം മെമ്മറി പ്രക്രിയകളുണ്ട്. ഏതൊക്കെയാണ്? ഇന്ദ്രിയ സ്മരണ അഥവാ സെൻസറി മെമ്മറി, ഹ്രസ്വകാല സ്മരണ, പിന്നെ ഏതാണ്? ദീർഘകാല സ്മരണ. ആ വാക്കുകളിൽ തന്നെയുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഇന്ദ്രിയ സ്മരണ അഥവാ സെൻസറി മെമ്മറി എന്താണെന്ന് നോക്കാം. ഇന്ദ്രിയ സ്മരണ പ്രക്രിയയിൽ മസ്തിഷ്കം പരിസ്ഥിതിയിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുന്നു. ഈ പ്രവർത്തനം വളരെ ഹ്രസ്വമാണ്, അതായത് കുറച്ചു സെക്കൻഡുകൾ മാത്രം നീണ്ടു നിൽക്കുന്ന പ്രക്രിയയാണ് എന്തെന്ന് പറയുന്നത് ഇന്ദ്രിയ സ്മരണ അഥവാ സെൻസറി മെമ്മറി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പം മനഃശാസ്ത്രത്തിലോട്ട് പോകണ്ട, നമ്മുടെ നോർമൽ ബയോളജി ആ ലെവലിൽ കണ്ടാൽ മതി. അപ്പോൾ ഇന്ദ്രിയ സ്മരണ പ്രക്രിയയിൽ എന്താണ്? മസ്തിഷ്കം പരിസ്ഥിതിയിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുന്നു. ഈ പ്രവർത്തനം എന്താണ്? വളരെ ഹ്രസ്വമാണ്, അതായത് കുറച്ച് സെക്കൻഡുകൾ മാത്രം നീണ്ടു നിൽക്കുന്ന പ്രവർത്തനമാണ്. ഇന്ദ്രിയ സ്മരണ സമയത്ത് മസ്തിഷ്കം യഥാക്രമം ഐക്കണിക് എന്നും ഐക്കോയിക് മെമ്മറി എന്നും അറിയപ്പെടുന്ന ദൃശ്യശ്രവണ സൂചനകളിലൂടെ നിഷ്ക്രിയമായി വിവരങ്ങൾ ശേഖരിക്കുന്നു. അപ്പോൾ എന്താണ്? ഇന്ദ്രിയ സ്മരണ സമയത്ത് മസ്തിഷ്കം എന്ത് ചെയ്യുന്നു? യഥാക്രമം ഐക്കണിക് എന്നും ഐക്കോയിക് മെമ്മറി എന്നും അറിയപ്പെടുന്ന ദൃശ്യശ്രവണ സൂചനകളിലൂടെ എന്ത് ചെയ്യുന്നു? നിഷ്ക്രിയമായിട്ട് വിവരങ്ങൾ ശേഖരിക്കുന്നു. ഉദാഹരണം പറയുന്നത് എന്താണ്? ഒരു കമ്പ്യൂട്ടർ സ്ക്രീൻ നോക്കുകയും പിന്നീട് ദൂരേക്ക് നോക്കുകയും ചെയ്യുമ്പോൾ പക്ഷേ സ്ക്രീനിൻ്റെ ചിത്രം ഇപ്പോഴും കാണാൻ കഴിയുന്നതിന് കാരണമാവുന്ന എന്താണ്? ഐക്കോണിക് മെമ്മറിയാണ്. നമ്മുടെ പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ 16 സെക്കൻഡ് ഓർമ്മയുണ്ടോ എന്നറിയില്ല. ഇത് നമ്മുടെ PSC പഠിക്കുന്നവർ, PSC എല്ലാവരും PSC പഠിക്കുന്നവരാണല്ലോ. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് വായിക്കുന്നവർക്ക് പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ ആ ഒരു സംഭവമാണ്. ഒരു കമ്പ്യൂട്ടർ സ്ക്രീനിൽ നോക്കുകയും പിന്നീട് ദൂരേക്ക് നോക്കുകയും ചെയ്യുമ്പോൾ പക്ഷേ സ്ക്രീനിൻ്റെ ചിത്രം ഇപ്പോഴും കാണാൻ കഴിയുന്നത് എന്താണ്? ഐക്കണിക് മെമ്മറിക്ക് കാരണമാണ്. ഇതിനെ ഓവർ പറയുന്നും വേണ്ട, നമുക്ക് അറിയാം. അതുപോലെ മറ്റുള്ളവരുമായി സംഭാഷണം നടത്തുകയും ആവർത്തിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുമ്പോൾ ഒരു നിമിഷത്തിനു ശേഷം അവർ പറഞ്ഞത് മനസ്സിലാക്കാൻ കഴിയുന്നത് എക്കോയിക് ഓർമ്മ പ്രകടമാക്കുന്നു. അപ്പോൾ ഇത് നമ്മുടെ ഒരു മനഃശാസ്ത്ര ലെവലിൽ പോവുക, മറ്റേ നമ്മുടെ നോർമൽ നമ്മുടെ ബയോളജിയാണ്. ഇപ്പോൾ അടുത്ത പോയിന്റ് പറഞ്ഞത് എന്താണ്? അതുപോലെ മറ്റുള്ളവരുമായി സംഭാഷണം നടത്തുകയും അത് ആവർത്തിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുമ്പോൾ ഒരു നിമിഷത്തിന് ശേഷം അവർ പറഞ്ഞത് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ്? അതിനെയാണ് നമ്മൾ എക്കോയിക് ഓർമ്മ അല്ലെങ്കിൽ എക്കോയിക് മെമ്മറി എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ?
അടുത്ത് മെമ്മറി രൂപപ്പെടുന്ന പ്രക്രിയയിൽ സെൻസറി രജിസ്റ്ററിനും ഹ്രസ്വകാല മെമ്മറിക്കും ഇടയിലുള്ള ഒരു ഘട്ടമായി ശ്രദ്ധ കണക്കാക്കപ്പെടുന്നു. അപ്പോൾ എന്താണ് നമ്മുടെ ഒരു മെമ്മറി രൂപപ്പെടുന്ന പ്രക്രിയയിൽ സെൻസറി രജിസ്റ്ററിനും ഹ്രസ്വകാല മെമ്മറിക്കും ഇടയിലുള്ള ഒരു ഘട്ടമായി എന്ത് കണക്കാക്കപ്പെടുന്നതാ? ശ്രദ്ധ കണക്കാക്കപ്പെടുന്നു. സെൻസറി രജിസ്റ്റർ വഴി ലഭിക്കുന്ന വിവരങ്ങളിലേക്ക് ശ്രദ്ധ നൽകുന്നതിലൂടെ സെൻസറി രജിസ്റ്റർ വഴി ലഭിക്കുന്ന വിവരങ്ങളിലേക്ക് ശ്രദ്ധ നൽകുന്നതിലൂടെ ഹ്രസ്വകാല മെമ്മറി രൂപീകരണം ആരംഭിക്കുന്നു. ഇത് നമ്മുടെ ബയോളജിയാണ്. ഇതിൽ ഞാൻ അതിൻ്റെ അകത്തൊന്നും കയറി വെട്ടിപ്പൊളിച്ച് നോക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല. നമ്മൾ നല്ല വായിച്ച് പഠിച്ചാലേ പറ്റുള്ളൂ. അപ്പം മെമ്മറി രൂപപ്പെടുന്ന പ്രക്രിയ എന്താണ്? സെൻസറി രജിസ്റ്ററിനും ഹ്രസ്വകാല മെമ്മറിക്കും ഇടയിലുള്ള ഒരു ഘട്ടമായി ശ്രദ്ധ കണക്കാക്കപ്പെടുന്നു. സെൻസറി രജിസ്റ്റർ വഴി ലഭിക്കുന്ന വിവരങ്ങളിലേക്ക് ശ്രദ്ധ നൽകുന്നതിലൂടെ ഹ്രസ്വകാല മെമ്മറിയുടെ രൂപീകരണം എന്ത് ചെയ്യുന്നു? ആരംഭിക്കുന്നു. ഇത്രേ ഉള്ളൂ. അടുത്ത് നമ്മൾ എന്താണ്? ഹ്രസ്വകാല സ്മരണ STM. എന്താണ് ഹ്രസ്വകാല സ്മരണ? STM, ഷോർട്ട് ടേം മെമ്മറി എന്ന് പറയും. അപ്പോൾ എന്താണ് ഹ്രസ്വകാല സ്മരണ അല്ലെങ്കിൽ ഷോർട്ട് ടേം മെമ്മറി എന്ന് നോക്കാം. ആ പേരിൽ തന്നെ എന്താണ്? കുറച്ചു കാലം മാത്രം ഓർമ്മയിൽ നിലനിർത്തുന്നതാണെന്ത്? ഹ്രസ്വകാല സ്മരണ അല്ലെങ്കിൽ ഷോർട്ട് ടേം മെമ്മറി എന്ന് പറയുന്നത്. ഹ്രസ്വകാല മെമ്മറി 2 ഭാഗങ്ങളിലായി സംഭവിക്കുന്നു. അപ്പോൾ ഹ്രസ്വകാല മെമ്മറി ഇങ്ങനെയാണ് 2 ഭാഗങ്ങളിലായിട്ട് സംഭവിക്കുന്നു. പരമ്പരാഗതമായി ഹ്രസ്വകാല മെമ്മറി വർക്കിംഗ് മെമ്മറി എന്ന് പറയപ്പെടുന്നു. അപ്പോൾ ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. പരമ്പരാഗതമായി എന്താണ് ഹ്രസ്വകാല മെമ്മറി എങ്ങനെ അറിയപ്പെടുന്നു? വർക്കിംഗ് മെമ്മറി എന്ന് പറയപ്പെടുന്നു. അപ്പോൾ നമ്മുടെ ഹ്രസ്വകാല മെമ്മറി നമ്മുടെ പരമ്പരാഗതമായി എങ്ങനെ അറിയപ്പെടുന്നു? വർക്കിംഗ് മെമ്മറി എന്ന് പറയപ്പെടുന്നു. അപ്പോൾ അതിന് ഉദാഹരണം പറയുന്നത് എന്താണ്? TV-യിൽ കാണുന്ന ഒരു ഫോൺ നമ്പർ ഓർമ്മിക്കുന്നത് പോലെ അത് ആവർത്തിക്കാൻ കഴിയുന്ന തരത്തിൽ മസ്തിഷ്കം താൽക്കാലികമായി വിവരങ്ങൾ സംഭരിക്കുമ്പോഴാണ് എന്തെന്ന് പറയുന്നത്? ഹ്രസ്വകാല മെമ്മറി സംഭവിക്കും. നമ്മൾ കുറച്ച് മുമ്പേ പറഞ്ഞാണ് എന്താണ് നമ്മുടെ TV-യിൽ അത് നമ്മൾ വേറെയാണ് മാറിപ്പോയി. അപ്പോൾ നമ്മുടെ TV-യിൽ കാണുന്ന ഒരു ഫോൺ നമ്പർ ഓർമ്മിക്കുന്നത് പോലെ അത് ആവർത്തിക്കാൻ കഴിയുന്ന തരത്തിൽ ഒരു കാര്യം നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു കാര്യം നമ്മൾ TV-യിൽ കണ്ടു, അത് പിന്നെയും ആവർത്തിക്കാൻ കഴിയുന്ന തരത്തിൽ നമ്മുടെ തലച്ചോറ് താൽക്കാലികമായിട്ട് വിവരങ്ങൾ സംഭരിക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഹ്രസ്വകാല മെമ്മറി സംഭവിക്കും. നമ്മുടെ റാൻഡം ആക്സസ് മെമ്മറി ഉണ്ടല്ലോ, RAM താൽക്കാലിക സ്റ്റോറേജിനായിട്ട് ഉപയോഗിക്കുന്നതാണല്ലോ, അതേപോലെ കരുതിയാൽ മതി. അടുത്ത് മനഃശാസ്ത്രജ്ഞർ മെമ്മറി രൂപപ്പെടുത്തുന്നതിനായിട്ട് വർക്കിംഗ് മെമ്മറിയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് നിർദ്ദേശം നൽകുന്നു. അപ്പോൾ നമ്മുടെ മനഃശാസ്ത്രജ്ഞർ മെമ്മറി മെച്ചപ്പെടുത്തുന്നതിനായിട്ട്, അതായത് നമ്മുടെ ഓർമ്മ മെച്ചപ്പെടുത്തുന്നതിനായിട്ട് വർക്കിംഗ് മെമ്മറിയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് നിർദ്ദേശം നൽകുന്നു. കാരണം എന്താണ്? ഹ്രസ്വകാല മെമ്മറിയിലാണ് ഒരു വ്യക്തിക്ക് ഏറ്റവും അധികം നിയന്ത്രണമുള്ളത്. അപ്പോൾ ഒരു വ്യക്തിക്ക് ഏറ്റവും അധികം നിയന്ത്രണമുള്ളത് ഏത് മെമ്മറിയിലാണ്? ഹ്രസ്വകാല മെമ്മറിയിലാണ്. ഒരു വ്യക്തിക്ക് ഏറ്റവും അധികം നിയന്ത്രണമുള്ള മെമ്മറി ഏതാണ്ട? ഹ്രസ്വകാല മെമ്മറി. അതിനാൽ തന്നെ വർക്കിംഗ് മെമ്മറിയെ സജീവമായി മെച്ചപ്പെടുത്തുവാനും കഴിയുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? നമ്മുടെ വർക്കിംഗ് മെമ്മറിയെ സജീവമായിട്ട് മെച്ചപ്പെടുത്തുവാനും കഴിയുന്നു. ഒന്നുകൂടി വായിക്കാം. മനഃശാസ്ത്രജ്ഞർ മെമ്മറി മെച്ചപ്പെടുത്തുന്നതിനായി വർക്കിംഗ് മെമ്മറിയിൽ എന്ത് ചെയ്യണം? നിങ്ങൾ കൂടുതൽ ശ്രദ്ധയാകർഷിക്കണം. ഏത് മെമ്മറിയിൽ? വർക്കിംഗ് മെമ്മറിയിൽ. കാരണം എന്താണ്? ഹ്രസ്വകാല മെമ്മറിയിലാണ് ഒരു വ്യക്തിക്ക് ഏറ്റവും അധികം എന്തുള്ളത്? കൺട്രോൾ അല്ലെങ്കിൽ നിയന്ത്രണമുള്ളത്. ഏത് മെമ്മറിയിൽ? ഹ്രസ്വകാല മെമ്മറിയിൽ. അതിനാൽ എന്താണ്? വർക്കിംഗ് മെമ്മറിയെ സജീവമായി മെച്ചപ്പെടുത്തുവാനും കഴിയുന്നു. അടുത്ത് ജോർജ് A. മില്ലർ സ്മരണ പരിധിയെ സംബന്ധിച്ച് ഒരു പരീക്ഷണം നടത്തി. ആര് പരീക്ഷണം നടത്തി? നമ്മുടെ ജോർജ് A. മില്ലർ സ്മരണ പരിധിയെ സംബന്ധിച്ചിട്ട് ഒരു പരീക്ഷണം നടത്തി. എന്താണത്? മനുഷ്യൻ്റെ സ്മരണ പരിധിയെ 7 ± 2 എന്ന രീതിയിൽ രേഖപ്പെടുത്താം. ഇതെനിക്ക് അങ്ങനെ ടൈപ്പ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ +or-2 എന്നിട്ടേക്കുന്നത്. സത്യം പറഞ്ഞ് 7 പ്ലസ് താഴെ -2, അതാണ് 7 ± 2 എന്ന രീതിയിൽ രേഖപ്പെടുത്താമെന്ന് അദ്ദേഹം അനുമാനിച്ചു. ഏതദ്ദേഹം? നമ്മുടെ ജോർജ് മാമൻ. അപ്പോൾ ജോർജ് A. മില്ലർ സ്മരണപരിധിയെ സംബന്ധിച്ച് ഒരു പരീക്ഷണം നടത്തി. എന്താണ്? മനുഷ്യൻ്റെ സ്മരണപരിധിയെ 7 + 2 - എന്ന രീതിയിൽ രേഖപ്പെടുത്താം. ആര് അനുമാനിച്ചു? നമ്മുടെ ജോർജ് മാമൻ അനുമാനിച്ചു. മുതിർന്ന ഒരു വ്യക്തിക്ക് സാധാരണഗതിയിൽ 7 ഇനങ്ങൾ സ്മരണയിൽ നിർത്താമെന്നും അത് 2 എണ്ണം കൂടുതലോ കുറവോ ആയി മാറാമെന്നുമാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്.
അപ്പോൾ നമ്മുടെ ജോർജ് മില്ലർ ഉദ്ദേശിച്ചെന്താണ്, ഒരു മുതിർന്ന ഒരു വ്യക്തിക്ക് സാധാരണഗതിയിൽ 7 ഇനങ്ങൾ സ്മരണയിൽ നിർത്താമെന്നും അത് 2 എണ്ണം കൂടുതലോ കുറവോ ആയി മാറാമെന്നുമാണ് ആരുദ്ദേശിച്ചത്, നമ്മുടെ ജോർജ് മാമൻ ഉദ്ദേശിച്ചത്. അടുത്ത നമ്മുടെ മെമ്മറിയാണ് ദീർഘകാല സ്മരണ അല്ലെങ്കിൽ ലോങ് ടൈം മെമ്മറി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താണ്, എൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഞാനിങ്ങനെ ഇത് കുറച്ച് സ്പീഡാണ് എന്നെ വെച്ച് നോക്കുകയാണെങ്കിൽ, ഞാൻ നമ്മുടെ സ്പീഡാണ് എങ്കിലും ഞാനൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞേ പോവുള്ളൂ. പക്ഷേ നമ്മളിപ്പോൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ടോപ്പിക്ക് തീരില്ല. നമ്മുടെ കഴിഞ്ഞ ദേവസ്വം ബോർഡിൻ്റെയൊക്കെ നമ്മുടെ ഒരു കണ്ട ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഭയങ്കര റിപ്പീറ്റ് ആണെന്ന്. പക്ഷേ റിപ്പീറ്റ് ചെയ്ത് പോയാലും എന്ത് ചെയ്തു നമുക്ക് മനസ്സിൽ നിൽക്കുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങളൊന്ന് റിപ്പീറ്റ് ചെയ്ത് കണ്ടാൽ മതി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ ദീർഘകാല സ്മരണ ലോങ് ടൈം മെമ്മറി നമുക്ക് നോക്കാം. ഉയർന്ന നിലവാരത്തിൽ സ്ഥിരത പുലർത്തിക്കൊണ്ട് വളരെ ഏറെ വിവരങ്ങൾ ദീർഘകാലം ഓർത്തുവയ്ക്കാനുള്ള കഴിവ് എന്താണ്, അതിനെയാണ് നമ്മൾ ദീർഘകാല മെമ്മറി അല്ലെങ്കിൽ നമ്മുടെ ദീർഘകാല സ്മരണ അല്ലെങ്കിൽ ലോങ് ടൈം മെമ്മറി എന്ന് പറയുന്നത്. നമുക്കറിയാമല്ലോ ഇതൊക്കെ നമ്മുടെ ആ വാക്കിൽ തന്നെയാണ്. എന്താണ് ദീർഘകാലം ഓർത്തു വയ്ക്കാൻ കഴിയുന്ന സംഭവം എന്നാണ്, അതിനെയാണ് നമ്മൾ ദീർഘകാല സ്മരണ എന്ന് പറയുന്നത്, ലോങ് ടൈം മെമ്മറി എന്ന് നമ്മൾ പറയും. ഹ്രസ്വകാല ഓർമ്മകൾ തലച്ചോറിലെ ആഴത്തിലുള്ള ഒരു ഭാഗമായ ഹിപ്പോക്യാമ്പസിൽ ദീർഘകാല മെമ്മറിയായി വിവർത്തനം ചെയ്യപ്പെടുന്നു. അപ്പോൾ നമ്മുടെ ഹ്രസ്വകാല ഓർമ്മകൾ എന്ത് ചെയ്യുന്നടാ, നമ്മുടെ തലച്ചോറിൻ്റെ ആഴത്തിലുള്ള ഒരു ഭാഗമാണ് എന്ത്, ഹിപ്പോക്യാമ്പസ് എന്ന് പറയുന്നത്. ഈ നമ്മുടെ ഹ്രസ്വകാല ഓർമ്മകൾ എന്ത് ചെയ്യുന്നു, ആ ഹിപ്പോക്യാമ്പസിൽ എന്ത് ചെയ്യുന്നു, ദീർഘകാല മെമ്മറിയായിട്ട് മാറുന്നു അല്ലെങ്കിൽ ആൾട്ടർ ചെയ്യുന്നു. എന്ത് ചെയ്യുന്നു, ആൾട്ടർ ചെയ്യുന്നു, മാറുന്നു. മനസ്സിലായല്ലോ. അപ്പോൾ ഹ്രസ്വകാല ഓർമ്മകൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ തലച്ചോറിലെ ആഴത്തിലുള്ള ഭാഗമായ ഹിപ്പോക്യാമ്പസിൽ ചെന്നിട്ട് എന്ത് ചെയ്യുന്നു, അത് ദീർഘകാല മെമ്മറിയായിട്ട് വിവർത്തനം ചെയ്യപ്പെടുന്നു. ഹിപ്പോക്യാമ്പസ് തലച്ചോറിൻ്റെ വ്യത്യസ്ത ഇന്ദ്രിയ പ്രദേശങ്ങളിൽ നിന്ന് ഒരേ സമയം ഓർമ്മകൾ എടുക്കുകയും അവയെ ഓർമ്മയുടെ ഒരൊറ്റ തലത്തിലേക്ക് ബന്ധിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഹിപ്പോക്യാമ്പസ് അവിടെ നിന്ന് എന്താണ് ചെയ്യുന്നത്, നമ്മുടെ തലച്ചോറിൽ നിന്ന് എന്താണ് ചെയ്യുന്നത്, നമ്മുടെ ഹിപ്പോക്യാമ്പസ് മാമൻ തലച്ചോറിൻ്റെ വ്യത്യസ്ത ഇന്ദ്രിയ പ്രദേശങ്ങളിൽ നിന്ന് നമ്മുടെ തലച്ചോറിൽ പല സ്ഥലങ്ങളുണ്ട്. അപ്പോൾ വ്യത്യസ്ത ഇന്ദ്രിയ പ്രദേശങ്ങളിൽ നിന്ന് ഹിപ്പോക്യാമ്പസ് മാമൻ എന്ത് ചെയ്യുന്നു, ഒരേ സമയം ഓർമ്മകൾ മാമ എടുക്കുകയും പിന്നെ എന്ത് ചെയ്യും, മാമൻ അവയെ ഒരുമിച്ച് എന്ത് ചെയ്യുന്നു, ഒരൊറ്റ ഓർമ്മ ആ ഒരു തലത്തിലേക്ക് എന്ത് ചെയ്യുന്നു, ബന്ധിപ്പിക്കുന്നു. അപ്പോൾ നമ്മുടെ ഹിപ്പോക്യാമ്പസ് മാമൻ തലച്ചോറിലിരുന്ന് ഇങ്ങനെ വരുന്ന പല ഓർമ്മകളെ എന്ത് ചെയ്യുന്നു, പല സ്ഥലങ്ങളിൽ നിന്ന് ഹിപ്പോക്യാമ്പസ് മാമൻ കളക്ട് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, അതിനെ ഒരൊറ്റ ഓർമ്മയായിട്ട് എന്ത് ചെയ്യുന്നു, നമ്മുടെ ഹിപ്പോക്യാമ്പസ് മാമൻ ബന്ധിപ്പിക്കുന്നു. മനസ്സിലായല്ലോ, ഇത്രയേ ഉള്ളൂ. അടുത്ത, ഹിപ്പോക്യാമ്പസിലൂടെ ഓർമ്മകൾ പ്ലേ ചെയ്യുമ്പോൾ ഒരു മെമ്മറിയുമായി ബന്ധപ്പെട്ട ന്യൂറോണുകൾ തമ്മിലുള്ള ബന്ധങ്ങൾ ഒരു നിശ്ചിത സംയോജനമായിട്ട് മാറുന്നു. അപ്പോൾ നമ്മുടെ ഹിപ്പോക്യാമ്പസിലൂടെ ഓർമ്മകൾ പ്ലേ ചെയ്യുമ്പോൾ എന്താണ്, ഒരു മെമ്മറിയുമായി ബന്ധപ്പെട്ട ന്യൂറോണുകൾ തമ്മിലുള്ള ബന്ധങ്ങൾ ഒരു നിശ്ചിത സംയോജനമായിട്ട് മാറുന്നു. മുമ്പ് പറഞ്ഞത് എന്താണ്, ഹിപ്പോക്യാമ്പസിലൂടെ ഓർമ്മകൾ പ്ലേ ചെയ്യുമ്പോൾ, നമ്മുടെ ഹിപ്പോക്യാമ്പസിലൂടെ ഓർമ്മകൾ പ്ലേ ചെയ്യുമ്പോൾ എന്താണ്, ഒരൊറ്റ മെമ്മറിയുമായിട്ട് ബന്ധപ്പെട്ട ന്യൂറോണുകൾ തമ്മിലുള്ള ബന്ധങ്ങൾ എന്ത് ചെയ്യുന്നു, ഒരു നിശ്ചിത സംയോജനമായിട്ട് മാറുന്നു, അതൊരു കൂട്ടമായിട്ട് മാറുന്നു. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു സംഗീതത്തിൻ്റെ ഒരു ഭാഗം കേൾക്കുകയാണെങ്കിൽ അതേ സംഗീതം കേട്ട മറ്റ് ഒരു പ്രത്യേക തലവുമായി ബന്ധപ്പെടുത്തുന്ന ഓർമ്മകളാൽ നിറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു സംഗീതത്തിൻ്റെ ഒരു ഭാഗം കേൾക്കുകയാണെങ്കിൽ എന്താണ്, അതേ സംഗീതം കേട്ട മറ്റ് ഒരു പ്രത്യേക തലവുമായിട്ട് ബന്ധപ്പെടുത്തുന്ന ഓർമ്മകളാൽ നിറയാൻ സാധ്യതയുണ്ട്. മനസ്സിലായല്ലോ. അടുത്ത്, ശാസ്ത്രജ്ഞർ ദീർഘകാല മെമ്മറിയെ 2 ദൈർഘ്യമുള്ള തരങ്ങളായി തിരിച്ചിരിക്കുന്നു. അത് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത വീഡിയോയിൽ നോക്കാം. ഇത് നമ്മൾ ഓവറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം കൂടി കുഴഞ്ഞു പോകും. അപ്പോൾ എന്ത് ചെയ്യാം, ഇവിടെ കൊണ്ട് നിർത്താം. എന്തെങ്കിലും സജഷൻസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, താഴെ കമൻറ്റ് ചെയ്യാം. ഓക്കെ ആണല്ലോ.